ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് കീ ഫീച്ചേഴ്സ് ഓഫ് ബജറ്റ് 2025-26 എന്ന കാര്യമാണ്. നോക്കൂ, നമുക്കറിയാം എല്ലാ വർഷവും ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാറുണ്ട്? പാർലമെൻറ്റിൽ സമർപ്പിക്കപ്പെടാറുണ്ട്. ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ഒരു വാചകമാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനയിൽ കാണാൻ സാധിക്കുക. ബജറ്റ് എന്ന് പറഞ്ഞുള്ള പേര് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഒരു വാക്ക് ബജറ്റ് എന്നതാണ്. ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വാക്കാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുക? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനയിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ആദ്യം നമ്മൾ പറയും. അതിനുശേഷം നമ്മൾ 2025-26 ബജറ്റിലെ പ്രധാനപ്പെട്ട മാക്രോ എക്കണോമിക് വേരിയബിൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഡേറ്റ, നമുക്ക് മാക്രോ എക്കണോമിക്സ് ഡേറ്റ നമുക്ക് നോക്കാനായിട്ടുണ്ട്. ചില പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടതുണ്ട്. സോ ഗവൺമെൻറ് തന്നെ PIB തന്നെ പുറത്തിറക്കിയിട്ടുള്ള നമ്മളുടെ ബജറ്റ് ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന ഒരു ഡേറ്റ ബുക്കാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ ബജറ്റ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യാം. ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ജെയിംസ് വിൽസൺ ആണ് ഹിസ്റ്ററി ഓഫ് ദ ബജറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത്. ജെയിംസ് വിൽസൺ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടത്തിൽ 1860 ജസ്റ്റ് ക്രൗണ് തിരിച്ചധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ക്രൗൺ റൂള് ആരംഭിക്കുകയും ചെയ്തതോടു കൂടിയിട്ട് എങ്ങനെയാണോ ബ്രിട്ടീഷുകാരെങ്ങനെയാണോ അവിടുത്തെ പാർലമെൻറ്റിൽ കാര്യങ്ങൾ നടക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെയും കാര്യങ്ങൾ വേണം എന്ന രീതിയിലേക്ക് മാറുകയും നമ്മളുടെ കൗൺസിൽസ് ആക്ട് 1861 ഓർമ്മയില്ലേ നിങ്ങൾക്ക്? 1861 കൗൺസിൽസ് ആക്ടുകൾ ആരംഭിക്കുന്നത്, അല്ലെ? അപ്പോൾ അതിന് തൊട്ട് മുൻപ് 1860 ആദ്യത്തെ ബജറ്റ് ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ജെയിംസ് വിൽസൺ ആണ് ഇത് അവതരിപ്പിക്കുന്നത് എന്ന കാര്യം ഒന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു ചോദ്യം തരുന്നുണ്ട്. ഇത് PSCയുടെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് 1861 കൗൺസിൽസ് ആക്ട് വരുന്നുണ്ട്, 1892 വരുന്നുണ്ട്, അല്ലെ? അങ്ങനെ പോകുന്നുണ്ട്. 1909 വരുന്നുണ്ട്. ഇതിനിടയിൽ ഒരു കൗൺസിൽസ് ആക്ട് വരുന്നു. അങ്ങനെ കൗൺസിൽസ് ആക്ടുകൾ പലതും വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഒരു പെർട്ടിക്കുലർ ആക്ടാണ് ആദ്യമായി ഇന്ത്യക്കാർക്ക് ബജറ്റിൻ്റെ ഡിസ്കഷനും പിന്നീട് എന്ത് ചെയ്യുകയാണ്, ചോദ്യം ചോദിക്കാനും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആക്ടാണ്. ഈ ആക്ട് ഏതായിരുന്നു? ബജറ്റ് ഡിസ്കഷൻ പെർമിറ്റ് ചെയ്ത ആക്ട്, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. ആ ആക്ട് ഏതായിരുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നീട് ഇങ്ങോട്ട് ബജറ്റ് പോവുകയാണ്. പിന്നീട് ബജറ്റിൽ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള രീതിയിലേക്കുള്ള അധികാരങ്ങൾ കിട്ടും. ബജറ്റിനെ എതിർത്തിട്ടുള്ള റെസൊല്യൂഷൻ പാസ്സാക്കാനുള്ള അധികാരം കിട്ടും. അങ്ങനെ പോയിട്ട് നമ്മൾ അവസാനം സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുകയാണ്. ഇതിനിടയിൽ തൊട്ടു മുൻപുള്ളൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്താണ് എന്ത് നടക്കുന്നത്? ലിയാഖത്ത് അലി ഖാനാണ് ഇന്ററിം ഗവൺമെന്റിന്റെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ററിം ഗവൺമെന്റ് ഉണ്ടായിരുന്നു, അല്ലെ? ഇടയ്ക്ക് വെച്ചിട്ട് 1946 സമയത്ത് ഇന്ററിം ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ നിന്ന് മുസ്ലിം ലീഗ് വിട്ടുപോവുകയും അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? ഇന്ത്യ മാത്രമായിട്ടുള്ള രീതിയിലേക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചുരുങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇന്ത്യ സ്വതന്ത്രമാവുകയാണ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യ രൂപീകരിക്കപ്പെടുകയാണ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് RK ഷൺമുഖം ചെട്ടിയായിരുന്നു. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് RK ഷൺമുഖം ചെട്ടിയായിരുന്നു എന്ന കാര്യം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിനു മുമ്പ് സാധാരണ ബജറ്റിൽ നിന്നും റെയിൽവേ ബജറ്റിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1924 ഇത് നടന്നിരുന്നത്. ഇതൊക്കെ പണ്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പോയിന്റുകൾ തുടക്കത്തിലൊന്ന് ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു പോകുന്നത്. 1924 ബജറ്റിൽ നിന്ന് റെയിൽവേ ബജറ്റ് എന്ത് ചെയ്യപ്പെടുന്നത്? സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടോട് കൂടിയിട്ട് എന്ത് സംഭവിക്കുകയാണ്? റെയിൽവേക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ബജറ്റ് വരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 84% ബജറ്റിൻ്റെ ഭാഗം റെയിൽവേയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അത് റവന്യൂവിൻ്റെ നോക്കുകയാണെങ്കിൽ, എക്സ്പെൻഡിച്ചറിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം റെയിൽവേയുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് ഭാഗമുണ്ട്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു മാർഗമായിരുന്നു റെയിൽവേ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് റെയിൽവേ ഇടും. അത് ഇംഗ്ലണ്ടിൽ ചിലവാകുന്നതിൻ്റെ 5-10
ഇരട്ടി ലാഭം കൊടുത്തുകൊണ്ട്, ആരാണ് ഈ പൈസ കൊടുക്കുന്നത്? ഇന്ത്യയിൽ നികുതി അടയ്ക്കുന്ന ആളുകൾ, അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇവിടുത്തെ റെയിൽവേ മുഴുവൻ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയും പൈസ ആർക്ക് കിട്ടും? ഇംഗ്ലീഷുകാർക്ക് കിട്ടും. എന്നിട്ട് ആ ഉണ്ടാക്കുന്ന റെയിൽവേ ലൈനുകളോ നമ്മളുടെ ഇവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കൾ എടുത്തു കൊണ്ടുപോവുകയും പോർട്ടിൽ കൊണ്ടുപോയിട്ട് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് കൊണ്ടുവന്നിട്ട് അത് ഓരോ ഇടങ്ങളിലേക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള മാർഗങ്ങൾ മാത്രമായിരുന്നു ഇവിടുത്തെ റെയിൽവേ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ രീതിയിൽ റെയിൽവേ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ എന്തായിരുന്നു? വളരെ വലിയ ലാഭത്തിന്റെ ഒരു വഴിയായിരുന്നു. അതുകൊണ്ടാണ് ഇവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് തിരിച്ചത് എപ്പോഴായിരുന്നു? 2017 2017 എന്ത് ചെയ്തു? മെർജിങ് ഓഫ് റെയിൽവേ ബജറ്റ് വിത്ത് ദ യൂണിയൻ ബജറ്റ് ഹാപ്പൻ. ബജറ്റിന്റെ ഭാഗം മാത്രമായിട്ട് റെയിൽവേ എന്ത് ചെയ്യുക? റെയിൽവേ ബജറ്റ് മാറുകയാണ്. ഇതിനോടൊപ്പം തന്നെ 2017 തന്നെയാണ് ഫെബ്രുവരി 1 ബജറ്റ് അവതരണം മതി. അത് രാവിലെ 11 മണിക്കേക്കും മാറ്റി. അപ്പൊ ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ സൗകര്യത്തിനനുസരിച്ചാണ് ഫെബ്രുവരിയിൽ പിന്നെയുള്ള ശനിയാഴ്ച എന്നത് ഉച്ചയ്ക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുക. സോ ദാറ്റ് ബ്രിട്ടനിൽ എന്തായിരിക്കും? അത് രാവിലെ ആയിരിക്കും. ഈ രീതിയിലുള്ള കൊളോണിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുകയാണ്? നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം പല എക്സാമുകളിലായി പലപ്പോഴും ചോദ്യങ്ങളായി വന്നിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇനി നോക്കൂ, ബജറ്റുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളുകൾ നോക്കൂ. നമ്മൾ ബജറ്റിന്റെ തിയറി പഠിക്കാനല്ല അവിടെ വന്നിരിക്കുന്നത്. നമ്മളുടെ 2025 ബജറ്റിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. തൊട്ടടുത്ത സ്ലൈഡ് മുതൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഡേറ്റയിലേക്ക് കടക്കുകയാണ്. ഈ ആർട്ടിക്കിളുകളൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ആർട്ടിക്കിൾ 109 എന്ന് പറഞ്ഞ ഈ ആർട്ടിക്കിളൊക്കെ കഴിഞ്ഞ UPSCയുടെ പ്രിലിമിനറിക്ക് ചോദിച്ച ചോദ്യമായിരുന്നു. അതായത് മണി ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ പ്രൊസീജിയറുകൾ എവിടെയാണ് പറയുന്നത്? അതായത് നമുക്കറിയാം അല്ലെ, പ്രസിഡന്റിന്റെ എന്ത് വേണം? അനുമതി വേണം എന്നുള്ള കാര്യം അറിയാം. ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. രാജ്യസഭയ്ക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങളേ ഉള്ളൂ അല്ലെ. മണി ബില്ലിന് ഇത്തരത്തിലുള്ള പല പല പ്രത്യേകതകളുണ്ട്. സ്പെഷ്യൽ പ്രൊസീജിയറിലൂടെയാണ് പോകുന്നത്, നമുക്കറിയാം അല്ലെ. അപ്പോൾ 109 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ അതുണ്ട്. ഇനി 110 എന്ത് പറയുന്നു? എന്താണ് മണി ബിൽ? ഏതെല്ലാം കാര്യങ്ങൾ മാത്രം അടങ്ങുന്ന ബില്ലിനെയാണ് മണി ബിൽ എന്ന് പറയുന്നത്? അപ്പൊ ഡെഫിനിഷൻ ഓഫ് ദ മണി ബില്ല് ആർട്ടിക്കിൾ 110 112 നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. നോക്കൂ, ഇവിടെ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ബജറ്റ് എന്ന് പറയുന്ന വാക്കല്ല ഭരണഘടന ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബജറ്റ് എന്ന് പറയുന്ന വാക്കല്ല ഭരണഘടന ഉപയോഗിക്കുന്നത്. ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 113 നോക്കൂ, എന്താണെന്നുള്ളത്? പ്രൊസീജിയർ ഇൻ പാർലമെന്റ്. ബജറ്റ് പാസ്സാക്കാനായിട്ടുള്ള പ്രൊസീജിയറുകൾ ഉണ്ട്, അതിനെക്കുറിച്ച് പറയുന്നു. 114 അപ്രോപ്രിയേഷൻ ബില്ലിനെ കുറിച്ച് പറയുന്നു. അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാകുന്നതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? പണം പിൻവലിക്കാനും മറ്റും കഴിയുന്നത്. ഫൈനാൻസ് ബില്ല് പാസ്സായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് പിരിക്കാനായിട്ട് സാധിക്കുന്നത്. വോട്ട് ഓൺ അക്കൗണ്ട് നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. 116 വോട്ട് ഓൺ അക്കൗണ്ട് എന്താണ്? നമുക്കറിയാം, ബജറ്റ് പാസ്സായി വരുന്നതിന് വേണ്ടി കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് ചില ചിലവുകൾ വരും. ആ ചിലവുകൾ താൽക്കാലികമായിട്ട് അംഗീകരിച്ചു കൊടുക്കുന്നതാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്ന രീതിയിൽ വരുന്നത്. ഫെബ്രുവരി 1 ബജറ്റ് മാറ്റാനുള്ള ഒരു കാരണവും അത് തന്നെയായിരുന്നു. കാരണം പണ്ട് ഫെബ്രുവരി അവസാനമേ പാസ്സാവുകയുള്ളൂ. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ? ഡിമാൻഡ് ഫോർ ഗ്രാൻസ് ഒക്കെ പാസ്സായി വരികയുള്ളൂ. അപ്പൊ ഏപ്രിൽ മെയ് മാസങ്ങളിലേക്കൊക്കെയുള്ള ചെലവ് എന്ത് ചെയ്യേണ്ടി വരും? വോട്ട് ഓൺ അക്കൗണ്ടിലൂടെ പാസ്സാക്കേണ്ടതായിട്ട് വരും. ഇത് പരമാവധി കുറയ്ക്കുക, അപ്രോപ്രിയേഷൻ നടത്തിയിട്ട് ശേഷം മാത്രം എന്ത് ചെയ്യുക? നമുക്ക് ചിലവുകളിലേക്ക് പോവുക എന്ന രീതിയിലൊക്കെ കൂടിയുള്ള ഉദ്ദേശം ഫെബ്രുവരി 1 ബജറ്റ് ആക്കുന്നതിൽ ഉണ്ടായിരുന്നു. ഫൈനാൻസ് ബില്ല് ടാക്സേഷൻ നടത്തണമെങ്കിൽ ഫൈനാൻസ് ബില്ലും പാസ്സാകണം. 117 ആർട്ടിക്കിൾ എന്ന കാര്യം ആലോചിക്കുക. സോ ഈ ആർട്ടിക്കിളുകളെല്ലാം വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ്. കൃത്യമായി ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫൈൻ, കൃത്യമാണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വർഷത്തെ ബില്ലിലെ ബജറ്റിലെ പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് കടക്കാം. നമുക്കറിയാം, ടാക്സ് റിഫോമുകൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ന്യൂ ഇൻകം ടാക്സ് ബില്ല് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സമയത്ത് റിഫോമുകളാണ് ഒരു ഫ്യൂവലായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിഫോമുകളുടെ ഭാഗമായിട്ട് ഒരു ന്യൂ ഇൻകം ടാക്സ് ബില്ല് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു രീതി ജനങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഒരുപാട് സെക്ഷനുകളുണ്ട്. ആ സെക്ഷനുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് ചുരുക്കുക. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ ടാക്സേഷൻ എങ്ങനെയാണ്, ടാക്സ് എങ്ങനെ അടയ്ക്കണം, ഏത് രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക? സിമ്പിൾ ആക്കുക എന്നതൊക്കെയാണ് ന്യൂ ഇൻകം ടാക്സ് ബില്ലിന്റെ ഉദ്ദേശം. ടാക്സേഷന്റെ സ്ലാബുകളും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യുക? എളുപ്പമാക്കുക. ഇതൊക്കെയാണ് ഉദ്ദേശം. സോ ഒരു ന്യൂ ഇൻകം ടാക്സ് ബില്ല് വരാൻ പോകുന്നുണ്ട്. അത് നമ്മൾ ഇനി വരാൻ പോകുന്ന മൺസൂൺ സെഷനിലായിരിക്കും മോസ്റ്റ്ലി, അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റോട് കൂടിയൊക്കെ ആയിരിക്കും അത് ടേബിൾ ചെയ്യുക എന്നാണ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. പുതിയ ഇൻകം ടാക്സ് ബില്ല് വരാൻ പോകുന്നുണ്ട്. ഇനി ഏറ്റവും ചർച്ചയായത്, ബജറ്റ് പ്രഖ്യാപിക്കപ്പെട്ട്
ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട് പിന്നെ കുറച്ച് ദിവസങ്ങളിൽ ചർച്ച മുഴുവനായിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഇൻകം ടാക്സിനെ കുറിച്ചിട്ടുള്ള കാര്യമായിരുന്നു. അതായത് ദർ ആർ സർട്ടൺ ഇൻകംസ്, അല്ലെ, ഇത്ര ഇൻകമിന്റെ ഉള്ളിൽ വരുന്ന ചില സ്ലാബുകളുണ്ട്, അതിനെന്ത് ചെയ്യുന്നുണ്ട്? ചില ടാക്സ് സ്ലാബുകളും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ റേറ്റ് ഓഫ് ടാക്സ് ആണ് ഇവിടെ പുതിയതായിട്ട് 2025-26 ബജറ്റ് പ്രകാരം ഇൻകം ടാക്സിന്റെ സ്ലാബുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. പുതിയ ടാക്സ് സ്ലാബുകളാണ് ഈ കാണുന്നത്. 0 മുതൽ 4 വരെ ലക്ഷം ഇൻകം ഉള്ള ആളുകൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല. 4 മുതൽ 8 വരെ ലക്ഷം സമ്പാദിക്കുന്ന ആളുകൾക്ക് 5% ടാക്സ്. 8 to 12 ലക്ഷത്തിന്റെ ഉള്ളിലുള്ള ആളുകൾ ആ ഇൻകമിൽ 10%, 12 to 16 ലക്ഷം 15%, 16 to 20 ലക്ഷം 20%, 20 to 24 ലക്ഷം 25%, 24 ലക്ഷത്തിൽ മുകളിൽ 30%. ഈ രീതിയിലാണ് എന്ത് കിടക്കുന്നത്? ഇൻകം ടാക്സിന്റെ കാര്യങ്ങൾ നിലവിൽ കിടക്കുന്നത്. പക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ, 12 ലക്ഷം വരെ ഒരു വർഷം സമ്പാദിക്കുന്ന ആൾക്ക് ടാക്സ് ഇല്ല. 12.75 ലക്ഷം വരെ സമ്പാദിക്കുന്ന സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക്, സാലറി വാങ്ങുന്ന, പ്രോപ്പർ സാലറി ആയിട്ട് വാങ്ങുന്ന 12.75 ലക്ഷം വരെ സമ്പാദിക്കുന്ന ആളുകൾക്ക് ടാക്സ് ഒന്നും വേണ്ട. ഇതൊക്കെ കിട്ടും. അപ്പൊ പിന്നെന്താ ഇവിടെ 4 മുതൽ 8 ലക്ഷത്തിന് 5%? ഇതിന് കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ റിബേറ്റുകളാണ്. എന്താണ് റിബേറ്റുകൾ എന്ന് പറയും? അത് ടാക്സ് കൃത്യമായി അടയ്ക്കുന്ന സമയത്ത് കിട്ടുന്ന, എന്താ പറയുക, തിരിച്ചു കിട്ടുന്ന ചില പൈസ എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഞാൻ എൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകുന്നില്ല ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ടാക്സ് റിബേറ്റുകളുണ്ട്. റിബേറ്റ് ബെനിഫിറ്റുകളിലൂടെ എന്ത് ചെയ്യും? സർട്ടേൺ എമൗണ്ടുകൾ എന്ത് ചെയ്യും? നമുക്കത് തിരിച്ച് ലഭ്യമാകും, അല്ലെങ്കിൽ റിബേറ്റിലൂടെ അത് കുറയും. നമ്മൾ അടയ്ക്കേണ്ട ടാക്സിൽ നിന്ന് എന്ത് ചെയ്യും? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് എഫക്റ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവസാനം എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ അടയ്ക്കുന്നുണ്ടാവില്ല. വർഷാവസാനം എല്ലാം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ടാക്സ് അടയ്ക്കുന്നില്ല എന്ന രീതിയിലേക്ക് ആയി മാറും. ഏത് എമൗണ്ട് വരെ? 12 ലക്ഷം വരെ. നോക്കൂ, 12 ലക്ഷം വരേക്കും, അതായത് ആദ്യം അപ് ടു 8 ലാക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്കറിയാം. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? 4 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ട, അങ്ങനെയാണ് കിടക്കുന്നത്. ഒരു വർഷം 4 ലക്ഷം വരെ ടാക്സ് അടയ്ക്കേണ്ടതില്ല. പക്ഷെ 4 to 8 ലക്ഷത്തിന് എന്താണ്? 5% അടയ്ക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പിന്നെ നോക്കൂ, ടാക്സിന്റെ റേറ്റ് ഇവിടെ, ടാക്സ് ഓൺ സ്ലാബ്സ് ആൻഡ് റേറ്റ് ഇവിടെ ഉണ്ട്. ബെനിഫിറ്റുകൾ, ടാക്സ് അതാത് സ്ലാബുകളുടെ ബെനിഫിറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് റിബേറ്റ് ബെനിഫിറ്റ് എത്രയാണ് എന്ന കാര്യം കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ എപ്പോൾ അടയ്ക്കേണ്ടത് എത്രയാണ്, അതുപോലെ തന്നെ അതിലുള്ള റിബേറ്റ് എത്രയാണ്, എല്ലാം നോക്കുന്ന സമയത്ത് ടോട്ടൽ ബെനിഫിറ്റ് എത്ര വരും? ഇതാ 30,000 എന്ന തലത്തിലേക്ക് വന്നു. മനസ്സിലാവുന്ന കൂട്ടർക്ക്? അപ്പോൾ പ്രസന്റ്ലി എത്രയായിരിക്കും? 30,000 എന്നതിൽ നിന്ന് എന്ത് ചെയ്യും? ഈ 30,000 കുറയും. അങ്ങനെ എഫക്റ്റീവ്ലി എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് എഫക്റ്റീവ്ലി നമുക്ക് 12 ലക്ഷം വരെയുള്ള സമയങ്ങളിൽ എന്താണ് വരുന്നത്? നമുക്ക് എല്ലാം കഴിയുന്ന സമയത്ത് ഇൻ എഫക്റ്റ് നമ്മൾ ടാക്സ് എന്ത് ചെയ്യുന്നില്ല? അടയ്ക്കേണ്ടതില്ല എന്ന തരത്തിലേക്ക് വരികയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഓരോ സ്ലാബിന്റെയും റേറ്റ് എന്ത് ചെയ്യും? കണക്കാക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ 12 ലക്ഷത്തിന് മുകളിലേക്ക് സമ്പാദിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അയാളുടെ 4 മുതൽ 8 ലക്ഷം വരെയുള്ള സമ്പാദ്യം 5%, 8 മുതൽ 12 ലക്ഷം വരെയുള്ള എമൗണ്ട് 10%, പിന്നെ അയാൾക്ക് 15 ലക്ഷമാണെന്ന് വിചാരിക്കും അയാളുടെ, അല്ലെങ്കിൽ 15 ലക്ഷമാണ് അയാളുടെ സമ്പാദ്യം എന്നുണ്ടെങ്കിൽ 12 ഇട്ടു എന്താണ് 15 ലക്ഷത്തിന്റെ ആ എമൗണ്ട് 15% എന്ത് ചെയ്യും? ടാക്സ് ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും? ആ ടാക്സ് കൃത്യമായിട്ട് കണക്കാക്കുന്നതായിരിക്കും. ഇനി സാലറീഡ് ആയിട്ടുള്ള ആളുകൾ കാണുക എന്നുണ്ടെങ്കിൽ അവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടാവും. ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപ വരെയാണ് പോകുന്നത്. അപ്പൊ 75,000 രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി പോകുന്നത് കൊണ്ട് സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് 12,70,500 രൂപ, 12,70,500 രൂപ വരേക്കും ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? എഫക്റ്റീവ്ലി ടാക്സ് അടക്കില്ല. എല്ലാം കഴിയുന്ന സമയത്ത് തിരിച്ച് റിബേറ്റ് ആയിട്ട് എന്താണ് റിബേറ്റ് ബെനിഫിറ്റും എല്ലാം കൂടി കണക്കാക്കുന്ന സമയത്ത് അവർക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല. ഇതായിരുന്നു ഏറ്റവും വലിയ എന്ത് വന്നിട്ടുണ്ടായിരുന്നത്? ചർച്ച വന്നിരുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ അർത്ഥം 12 ലക്ഷം വരേക്കും 0% എന്നല്ല അർത്ഥം. 4 ലക്ഷം വരേക്കും ടാക്സ് അടയ്ക്കേണ്ട. 4 to 8 5% 8 to 12 10%. പക്ഷേ ഇത് റിബേറ്റുകളെല്ലാം കണക്കാക്കുമ്പോൾ പക്ഷേ 12 ലക്ഷം വരേക്കും എന്താവുന്നില്ല? എഫക്റ്റീവ്ലി ഇൻ എഫക്റ്റ് ടാക്സേഷൻ ഇല്ല എന്ന തലത്തിലേക്ക് ആവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ആ ഭാഗം അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓർത്ത് വെക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കണക്കുകൾ കാണാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എക്സാമിന്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി നമ്മൾ എപ്പോഴും പഠിക്കാറുള്ള കുറേ ഡേറ്റ പോയിന്റുകൾ അത് പറഞ്ഞ ശേഷം നമ്മൾ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബജറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം മാക്രോ എക്കണോമിക്സിൽ നോക്കുകയാണെങ്കിൽ ചില
പെർട്ടിക്കുലർ ആയിട്ടുള്ള വേരിയബിൾസ്, ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡേറ്റ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ആ ഡേറ്റ പോയിന്റുകൾ നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള പ്രോഗ്രാമുകൾ, പ്രധാനമായിട്ടും ചർച്ചയായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ, പദ്ധതികൾ അല്ലെങ്കിൽ ഫണ്ടിങ്ങുകൾ, അതിലേക്കൊക്കെ നമുക്ക് ഇതിന് ശേഷം പോവാം. നോക്കൂ, എസ്റ്റിമേറ്റഡ് റിയൽ GDP ഗ്രോത്ത് ഫോർ ഫൈനാൻഷ്യൽ ഇയർ 25 ഈസ് 6.4%. 6.4% വളർച്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 6.4% വളർച്ചയാണ്. നമ്മൾ 7ന്റെ മുകളിലൊക്കെ ആദ്യം കണക്കാക്കിയിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വെട്ടിച്ചുരുക്കിയിട്ട് 6.4% കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയുടെ അൺപ്രഡിക്റ്റബിലിറ്റി, ട്രംപ് വന്ന ശേഷമുള്ള അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. റഷ്യ യുക്രൈൻ വാറിന്റെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഇസ്രായേൽ ഹമാസ് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പല പല ഇഷ്യൂസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഗ്ലോബൽ ഹെഡ്വിൻഡുകൾ വളരെ സ്ട്രോങ് ആണ്. എല്ലാ രാജ്യങ്ങളും വളരെ കൃത്യമായി നോക്കിയിട്ട് ഒന്ന് കോൺട്രാക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന രീതിയിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളുടെ ഗ്രോത്ത് റേറ്റ് നമ്മൾ 7ൽ മുകളിൽ നിന്നുണ്ടായിരുന്നതിൽ നിന്ന് 6.4%-ലേക്കാണ് നമ്മൾ കുറച്ചിരിക്കുന്നത്. ഫൈനാൻഷ്യൽ ഇയർ 26ലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് വളർച്ച എന്ന് പറയുന്നത് 6.3%-നും 6.8%-നും ഇടയിൽ വളരുമെന്നതാണ് ഫൈനാൻഷ്യൽ ഇയർ 26ലേക്കുള്ള നമ്മളുടെ ഒരു പ്രൊജക്ഷൻ നമുക്ക് കാണിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഓവറോൾ എക്സ്പോർട്ട് 6% ഗ്രോ ചെയ്യുകയുണ്ടായി. നമ്മളുടെ ഓവറോൾ ആയിട്ടുള്ള കയറ്റുമതി എക്സ്പോർട്ട് 6% ഗ്രോത്ത് ഉണ്ടാക്കുകയുണ്ടായി. ഇതിൽ സർവീസിന്റെ സെക്ഷൻ മാത്രം നോക്കുകയാണെങ്കിൽ, സർവീസ് എക്സ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ അത് 11.6% വളർച്ചയാണ് നേടിയെടുത്തത്. അപ്പോൾ 6% ഓവറോൾ എക്സ്പോർട്ടാണ്. സർവീസ് സെക്ടറിന്റെ മാത്രം എക്സ്പോർട്ട് നോക്കുമ്പോൾ അത് 11.6%. നോക്കൂ, നമുക്കറിയാം IT ഒക്കെ എവിടെയാണ്, സർവീസ് സെക്ടറിലാണ് വരുന്നത്. അപ്പോൾ IT ഉൾപ്പെടെയുള്ള സർവീസ് സെക്ടറിന്റെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് വളരെയധികം എന്താണ്, ഓവറോൾ എക്സ്പോർട്ടിനേക്കാളും ഏതാണ്ട് ഇരട്ടിയുടെ അടുത്താണ് വരുന്നത് എന്ന കാര്യം മനസ്സിലാക്കാനായിട്ടും ശ്രദ്ധിക്കാം. ഡെഫിസിറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാക്രോ എക്കണോമിക് വേരിയബിൾസ് നോക്കുന്ന സമയത്ത്. അതിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് 4.4% ഓഫ് GDP ആണ്. GDPയുടെ 4.4%, 4.4% ഓഫ് GDP ആണ് നമ്മൾ ഈ വർഷത്തെ ഫിസിക്കൽ ഡെപ്പോസിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, അതായത് ഇതിനു മുമ്പത്തെ ബജറ്റിൽ ഇതുപോലെ കഴിഞ്ഞ വർഷം ഇത്രയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഇപ്പോൾ അവസാനിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം എത്രയാണ് എന്ന് ശരിക്കും നോക്കുമ്പോൾ കാണുന്നത് 4.8% ആണ് റിവൈസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ്. കഴിഞ്ഞ വർഷത്തെ ശരിക്കുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 4.8% ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇത്തവണത്തെ ഈ വർഷത്തെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ എന്താണ്, പിന്നീട് റിട്ടേൺ തരുന്നത്. ഇപ്പോൾ റോഡുകളാകട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ, അതായത് പിന്നീട് നമ്മൾ അങ്ങോട്ട് ഇട്ടിട്ട് റിക്കറിംഗ് ആയിട്ട് പിന്നെന്ത് ചെയ്യും, നമുക്ക് റിട്ടേണുകൾ തന്നുകൊണ്ടിരിക്കും. ആ രീതിയിലുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളുടെ എമൗണ്ട് നോക്കുമ്പോൾ 11.21 ലക്ഷം കോടി രൂപ, 11.21 lakh crore, അഥവാ 3.1% ഓഫ് GDP. ഈ പെർസെൻറ്റേജ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇങ്ങനെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ 11.11 lakh crore എന്ന തരത്തിലാണ്, അതായത് 11 കോടി 11 ലക്ഷത്തി അങ്ങനെ 11 ഇങ്ങനെ പോകുന്നൊരു കണക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എത്രയാണ്, 11.21 ലക്ഷം കോടിയാണ്. അത് GDPയുടെ 3.1% എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ എക്കണോമിക് ഡേറ്റകളാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടത്. ഈ പെർസെൻറ്റേജുകൾ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെക്കുക തന്നെ വേണം. ഇനി 2-3 ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്താത്ത 2-3 കാര്യങ്ങൾ കൂടി പിന്നീട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയത് നിങ്ങളോട് ജസ്റ്റ് പറയുകയാണ്. നമുക്കറിയാമല്ലേ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ എന്നൊക്കെ നമ്മൾ എക്കണോമിക് സെക്ടറുകളെ വിഭജിക്കാറുണ്ട്. ഇതിൽ ഈ വർഷം സർവീസ് സെക്ടർ GDPക്ക് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 55.3%. 55.3% സർവീസ് സെക്ടറിൽ നിന്നാണ്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏതാണ്ട് 27-28% ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ GDPയിലേക്ക് വന്നിട്ടുള്ളത്. അഗ്രികൾച്ചറൽ സെക്ടർ നോക്കുകയാണെങ്കിൽ 17-18% ഇടയിലാണ് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോ സെക്ടറും എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മളുടെ ഗ്രോത്തിലേക്ക്, നമ്മളുടെ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജുകൾ ഇവയാണ് എന്ന് കൃത്യമായി നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സർവീസ് സെക്ടറിൽ നിന്ന് 55.3%, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്ന് 27-28% വരെ, അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന് 17-18% വരേക്കുമാണ് കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു ഹീറ്റഡ് ടോപ്പിക്കാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഹോൾസെയിൽ ഇൻഫ്ലേഷനുമുണ്ട്,
റീറ്റെയിൽ ഇൻഫ്ലേഷനുമുണ്ട് അല്ലേ? അപ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നോക്കുന്ന സമയത്ത് അവസാനത്തെ എന്താ പറയുക കാലത്ത്, അതായത് കഴിഞ്ഞ വർഷത്തെ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കണക്കെടുക്കുന്ന സമയത്ത്, ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള 2024 അപ്പോഴാണല്ലോ ഫൈനാൻഷ്യൽ ഇയർ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ബജറ്റ് തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഡിസംബർ വരെയുള്ള റീറ്റെയിൽ ഇൻഫ്ലേഷൻ നോക്കുന്ന സമയത്ത് അത് 4.9%. പ്രത്യേകം ഓർത്തിരിക്കുക, 4.9% റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഏപ്രിൽ മുതൽ ഡിസംബർ വരെ നമുക്ക് കഴിഞ്ഞ വർഷം കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി മറ്റൊരു എന്താ പറയുന്നത്, ഇവിടെ ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കിയതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ട് അല്ലേ? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ട്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് നമ്മൾ അത്യാവശ്യം കൺട്രോൾഡ് ആയിട്ടുള്ള 1.2%-ലാണ് വന്നു നിൽക്കുന്നത്. 1.2% പറഞ്ഞാൽ GDP-യുടെ 1.24%. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം ഞാൻ വിശ്വസിക്കുന്നു. GDP-യുടെ 1.2%-ലാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വന്നു നിൽക്കുന്നത്. അതെപ്പോഴാണ്? Q2 ഓഫ് ഫൈനാൻഷ്യൽ ഇയർ 25-ന്റെ Q2 ആണ് ഈ 1.2% എന്ന് പറയുന്ന ഒരാളോ നമുക്ക് തന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അവസാനമായിട്ട് ഒരു പെർട്ടിക്കുലർ ഡേറ്റ് കൂടി നിങ്ങൾ ആലോചിച്ച് വെക്കുക. നമ്മളുടെ ഫോറക്സ് റിസർവ്, നമ്മളുടെ വിദേശ നാണ്യം അല്ലേ, ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള $640.3 ബില്യണിലാണ് വന്നു നിൽക്കുന്നത്. $640.3 ബില്യൺ ആണ് നമ്മളുടെ നിലവിലെ ഫോറക്സ് റിസർവ്. ഇത് ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മളുടെ ഇനി അങ്ങോട്ടുള്ള 10.9 മാസം 10.9 മന്ത്സ് ഉള്ള നമ്മളുടെ ഇമ്പോർട്ടുകളും നമുക്ക് നിലവിൽ നമ്മൾ എങ്ങനെയാണോ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ആ രീതിയിൽ ഇനി അങ്ങോട്ട് ഏതാണ്ട് 11 മാസത്തോളം 10.9 മന്ത്സ് ഇമ്പോർട്ടിനും ഏതാണ്ട് നമ്മളുടെ 90% നമ്മളുടെ എക്സ്റ്റേണൽ ഡെപ്റ്റ് നമ്മളുടെ പുറത്തു നിന്നുള്ള നമ്മളുടെ ബോറോയിങ്ങും ഡെപ്റ്റുകളും ഇല്ലേ, ഇത് അടച്ചു തീർക്കാനുള്ള അത്രയും വലിയ എമൗണ്ട് ആണ് നമ്മളുടെ ഫോറക്സ് റിസർവ് ആയിട്ട് ഇപ്പോൾ നമ്മളെ അടുത്ത് ഉള്ളത്. അതാണ് $640.3 ബില്യൺ എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? കൃത്യമാണോ? പറഞ്ഞ കണക്കുകളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കണക്കുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ആ ഓരോ കണക്കുകളും എന്തായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശതമാനങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോന്നും ഓർമ്മയുണ്ടല്ലോ. ഫോറക്സ് റിസർവ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓരോ ഇൻഡസ്ട്രി ആകട്ടെ സർവീസസ് ആകട്ടെ അഗ്രികൾച്ചർ ആകട്ടെ എത്ര പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ നടത്തുന്നു എന്ന് പറഞ്ഞു. ഇൻഫ്ലേഷൻ്റെ പെർസെൻറ്റേജ് നമ്മൾ പറഞ്ഞു. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. ഓരോ ഡേറ്റയും നിങ്ങൾ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ നമ്മളുടെ നെറ്റ് ടാക്സ് റെസീപ്റ്റ്, ടാക്സേഷനിലൂടെ നമുക്ക് കിട്ടിയ മൊത്തത്തിലുള്ള വരവ് എന്ന് പറയുന്നത് 28.37 lakh ക്രോറാണ്. 28.37 ലക്ഷം കോടി രൂപയാണ് മൊത്തത്തിലുള്ള ടാക്സ് റെസീപ്റ്റുകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമുക്ക് എല്ലാ റവന്യൂവും വന്നിട്ട് ബാക്കി ആവുന്ന എക്സ്പെൻഡിച്ചറിലെ എമൗണ്ട് നമ്മൾ എന്താണ് നെറ്റ് മാർക്കറ്റ് ബോറോയിങ് ആയിട്ട് നമ്മൾ കടമെടുക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലേ? അപ്പോൾ ഈ നെറ്റ് മാർക്കറ്റ് ബോറോയിങ്ങിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? അത് 14.82 lakh crores ആണ്. 14.82 lakhs crore ആണ് നെറ്റ് മാർക്കറ്റ് ബോറോയിങ് നമുക്കുണ്ടായിരുന്നത്. ഇതാണ് അപ്പം എന്ത് പറയുന്നത്? നമുക്ക് റവന്യൂ വന്നു, നമുക്ക് പിന്നെ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ആ എക്സ്പെൻഡിച്ചർ ബാക്കിയുള്ളത് മീറ്റ് ചെയ്യണം. എക്സ്പെൻഡിച്ചർ നമുക്ക് ആവശ്യമുള്ള അത്രയ്ക്കും റവന്യൂ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്യും. ആ നെറ്റ് മാർക്കറ്റ് ബോറോയിങ് ആണ് ഈ 14.82 lakh crore എന്ന് പറയുന്നത്. സോ നമ്മൾ ടോട്ടൽ ബോറോയിങ്ങിന്റെ പെർസെൻറ്റേജ്, ടാക്സേഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ, നെറ്റ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ ഫോറക്സ് റിസർവ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, റീറ്റെയിൽ ഇൻഫ്ലേഷൻ, ഓരോ സെക്ടറിൻ്റെയും GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, പിന്നീട് ഈ കാണുന്നതായിട്ടുള്ള ഡേറ്റകൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റകളാണ് അവയോരോന്നും ഉണ്ടായിരുന്നത്. അവയോരോന്നും നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾ ബജറ്റിൻ്റെ ആശയങ്ങളിലേക്ക്, ഐഡിയകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് ബജറ്റിൻ്റെ ആശയം അല്ലെങ്കിൽ ഐഡിയകൾ എന്ന് പറയുന്നത്? ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് വികസിത് ഭാരത്? പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ
ഇതിനു മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമൻ ബഹുമാനപ്പെട്ട ധനമന്ത്രിയും പറഞ്ഞിരുന്നു 2047 ആകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് നേഷൻ എന്ന തലത്തിലേക്ക്, നമ്മളുടെ ഡെവലപ്ഡ് നേഷന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ഇതുവരെ ക്ലിയർ ആക്കിയിട്ടില്ല. കാരണം പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ള തലത്തിൽ നമ്മൾ എന്താ പറയുക, ഒരു പെർസെൻറ്റേജ് ഉണ്ടാവില്ല, ഇത്ര പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെവലപ്ഡ് നേഷൻ ആയി. ആ ഒരു രീതിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എറൗണ്ട് 9%, 10% അടുത്ത് ഇനി 2047 വരെയുള്ള എല്ലാ വർഷവും നമുക്ക് വളർന്നാലേ ആ പെർ ക്യാപിറ്റ ഇൻകമിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. പക്ഷെ അതാണോ വികസിത ഭാരത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതോ എല്ലാ ആളുകൾക്കും കുടിവെള്ളവും, എല്ലാവർക്കും കറണ്ടും, എല്ലാ ആളുകൾക്കും തൊഴിൽ ഓപ്പർച്യൂണിറ്റികളും, എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസവും, എല്ലാവർക്കും ചികിത്സയും ഒക്കെ ലഭ്യമാക്കുന്ന രീതിയിൽ എല്ലാവർക്കും എന്താ പറയുന്നത് അവൈലബിൾ ആയി കിട്ടേണ്ട എല്ലാം എത്തിച്ചു കൊടുക്കുന്നതാണോ വികസിത് ഭാരത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അത് ഇപ്പോഴും എന്താണ് ക്ലിയർ ആക്കിയിട്ടില്ല. ഈ പെർ ക്യാപിറ്റ ഇൻകമിന്റെ കാര്യത്തിലാണോ ഡെവലപ്ഡ് എന്ന് പറയുന്നത്, വികസിത് ഭാരത് എന്ന് പറയുന്നത്, അതോ ബേസിക് ആയിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും എല്ലാവരിലേക്കും സുഖമായിട്ട് അവർക്ക് ഒരു ടെൻഷൻ ഇല്ലാണ്ട് എത്തുന്ന രീതിയിലുള്ള വികസിത് ഭാരതിനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നത് നമുക്കിപ്പോഴും ക്ലിയർ അല്ല. എന്താണ് എന്നുണ്ടെങ്കിലും 2047 ഇന്ത്യ എന്താണ്, ഒരു വികസിത് ഭാരത് ആയിട്ട് മാറണം, ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷൻ ആയിട്ട് മാറണം എന്ന പ്രിൻസിപ്പിളിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഏതെല്ലാം മേഖലകളിലാണ് ആ പ്രിൻസിപ്പിളിന് വേണ്ടിയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്? നോക്കൂ, സീറോ പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് ഇന്ത്യയിൽ. എന്തുണ്ടാകരുത്? ദാരിദ്ര്യം എന്ന് പറയുന്ന, പോവർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവരുത് എന്നതാണ് ആദ്യത്തെ ഇതിന്റെ പ്രിൻസിപ്പിൾ. 100% ഗുഡ് ക്വാളിറ്റി സ്കൂൾ എഡ്യൂക്കേഷൻ. സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 100% കൃത്യമായ ക്വാളിറ്റിയുള്ള ഒരു കുട്ടി പോലും സ്കൂൾ എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി കുറവായത് കൊണ്ട് ആ ആളുടെ സ്വപ്നവും ആ ആളുടെ ജീവിതവും എന്ത് ചെയ്യരുത്, നശിച്ചു പോകരുത്. സോ 100% ഗുഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ആക്സസ് ടു ഹൈ ക്വാളിറ്റി അഫോർഡബിൾ ആൻഡ് കംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ. ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് കേരളത്തിലുള്ള നമുക്ക് പലപ്പോഴും അറിയില്ല എത്രത്തോളമാണ് നമ്മൾ അനുഗ്രഹീതരായിട്ടുള്ള ആളുകൾ എന്നുള്ളത്. പുറത്തെ സംസ്ഥാനങ്ങളിൽ പോയ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പുറത്തെ രാജ്യങ്ങളിൽ പോയ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ, ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അത്രയും ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും അതൊന്നും വന്ന് ഒരാൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരത്തിലുള്ളൊരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ നിലവിലില്ല. നമുക്കൊരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മെഡിക്കൽ കോളേജിലാകട്ടെ, ജില്ലാ ആശുപത്രികളിലാകട്ടെ, അല്ലെങ്കിൽ ഇനി കയ്യിൽ പണമുള്ള ആളുകളാണെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഉടനടി തന്നെ എന്ത് ചെയ്യും, അവർ അറ്റൻഡ് ചെയ്യും. അവർ സർജറി വേണമെങ്കിൽ ഉടനെ തന്നെ സർജറി ചെയ്യും. ആളുകൾ, ബന്ധുക്കൾ എത്തുന്നേക്കാളും മുന്നേ ചിലപ്പോൾ സർജറി തീർന്ന കേസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മളുടെ നാട്ടിൽ എന്ത് നടക്കുന്നത്, ഹെൽത്ത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ അതുപോലെ എന്താണ്, ആ ഹെൽത്ത് സിസ്റ്റത്തെ കൂടി നന്നാക്കിയെടുക്കുക. കേരളത്തിൽ തോന്നുന്നു എനിക്ക് ഒരു കേരള മോഡൽ തന്നെ എന്താണ് റിഫ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഭാഗമാണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഇനി 100% സ്കിൽഡ് ലേബർ വിത്ത് മീനിങ് ഫുൾ എംപ്ലോയ്മെന്റ്. നോക്കൂ, സ്കില്ല് ചെയ്യുക, ലേബർ എന്ത് ചെയ്യണം, പുതിയ പുതിയ മേഖലകൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ മേഖലകളിലേക്ക് തന്നെ ഉള്ള സ്കില്ലുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം AI പോലെയുള്ള മേഖലകൾ വളർന്നു വരികയാണ്. AI പോലുള്ള മേഖലകളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠിച്ചു പോകുന്ന കുട്ടികൾ കൃത്യമായി AI എന്താണെന്ന് മനസ്സിലാക്കണം. ആ AI യൂസ് ചെയ്യാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? അതൊരു സ്കില്ലിംഗ് ആണ്. ഇനി ഇൻഡസ്ട്രികളാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ഇൻഡസ്ട്രികൾ, ഇപ്പോൾ സോളാർ പാനൽ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഇലക്ട്രോണിക് വാഹനങ്ങൾ പുറത്തിറക്കുന്നുണ്ടാവാം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, സ്കില്ലുകൾ ആവശ്യമാണ്. ഈ സ്കില്ലുകളെല്ലാം നേടിക്കൊടുക്കാനായിട്ട് എന്ത് ചെയ്യണം, 100% സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലേബർ ഫോഴ്സ് നമുക്ക് വേണം. ആൻഡ് സ്കില്ലുള്ള ലേബർ ഫോഴ്സ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, അവർക്ക് കിട്ടുന്നത് മീനിങ് ഫുൾ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ആയിരിക്കും, അവർക്കൊരു ഗ്രോത്ത് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ഒന്നും അറിയില്ല, ഒരു ബേസിക് ആയിട്ടുള്ള ജോലി ആരോ പറയുന്നത് മാത്രം ചെയ്താൽ ആ ആളെ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാം, അയാൾക്ക് പിന്നീട് അത് കഴിഞ്ഞാൽ മറ്റൊരു ജോലിക്ക് നേടാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. സോ സ്കില്ലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു സ്കില്ല് കയ്യിലുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലി കഴിഞ്ഞാൽ അതേ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതേ സ്കില്ല് വെച്ചോ മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. സോ സ്കില്ലിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ 100% സ്കിൽഡ് ലേബർ വിത്ത് മീനിങ് ഫുൾ എംപ്ലോയ്മെന്റ്. കൃത്യമായി മീനിങ് ഫുൾ ആയിട്ടൊരു എംപ്ലോയ്മെന്റ് ആയിട്ട് അപ്പോൾ അത് മാറും. 70% വിമൺ ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മളുടെ സ്ത്രീകളുടെ പങ്കാളിത്തം, നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ടതായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, 70% ഉയർത്തണം എന്ന് പറയുകയാണ്. 70% എന്ത് ചെയ്യേണ്ടതുണ്ട്, സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് നമ്മൾ ഉയർത്തേണ്ടതുണ്ട് എന്നും എന്ത് ചെയ്യുന്നു, ഇവിടെ പറയുന്നു. ഫാർമേഴ്സ് മേക്കിംഗ് അവർ കൺട്രി ദ ഫുഡ് ബാസ്ക്കറ്റ് ഓഫ് വാട്ട്, ഫുഡ് ബാസ്ക്കറ്റ് ഓഫ് ദ വേൾഡ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉദ്ദേശം എന്താണ്, നമ്മളുടെ ഈ ഒരു നാട് എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മളുടെ നാട് എന്ന് പറയുന്നത്
ലോകത്തിന്റെ ഫുഡ് ബാസ്ക്കറ്റ് ആയിട്ട് മാറേണ്ടതുണ്ട്. ഫാർമേഴ്സ് മേക്കിംഗ് അവർ കൺട്രി ഫുഡ് ബാസ്ക്കറ്റ് ഓഫ് ദ വേൾഡ്. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മളുടെ കൃഷി എന്ന് പറയുന്നത് ആ രീതിയിൽ വികസിക്കണം. ആൻഡ് നമ്മളുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം, ഭക്ഷണവും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം വി ഷുഡ് ബി ഏബിൾ ടു എക്സ്പോർട്ട് ഓൾ ദ ഫുഡ് പ്രൊഡക്ട്സ് ടു ദ വേൾഡ്, ത്രൂ ഔട്ട് ദ വേൾഡ്. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറണമെന്നാണ് ഇവിടെ പറയുന്നത്. സോ പ്രിൻസിപ്പിൾസ് ഓഫ് വികസിത് ഭാരതിൽ എന്തൊക്കെ പറയുകയാണ്? പോവർട്ടി ഇല്ലാതാക്കണം, എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തണം, ഹെൽത്ത് കെയർ എല്ലാവർക്കും അക്സസിബിൾ ആക്കി മാറ്റണം, എംപ്ലോയ്മെന്റ് സ്കിൽഡ് ആക്കിയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ആയി മാറണം, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ 70% എത്തിക്കണം, കൃഷി ഫാർമേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? അത് കച്ചവടം കൃത്യമായി, നമുക്ക് ജസ്റ്റ് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കൽ മാത്രമല്ല, എക്സ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് വലിയ രീതിയിലുള്ള ലാഭമുണ്ടാക്കി വേൾഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന പ്രൊഡക്റ്റുകളിൽ ഡിപ്പെൻഡൻ്റ് ആകുന്ന രീതിയിൽ ഫുഡ് ബാസ്ക്കറ്റ് ഓഫ് ദ വേൾഡ്, ഭക്ഷണത്തിനായി ലോകം ഇന്ത്യയെ നോക്കുന്ന തരത്തിലേക്ക് മാറണം. ഇതൊക്കെയാണ് വികസിത് ഭാരത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത്, പെർ ക്യാപിറ്റ ഇൻകം ഇത്രയാക്കുക എന്നതിനേക്കാൾ ഉപരിയായി ഈ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വികസിത് ഭാരത് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളുടെ ബജറ്റിലെ ഡേറ്റകളിലൂടെ നമ്മൾ പോവുകയാണ്. ജേർണി ഓഫ് ദ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ, ഏതെല്ലാം മേഖലകളിലാണ് നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏതെല്ലാം മേഖലകളാണ് ഇവിടെ എഴുതിയത് നിങ്ങൾ ചെരിഞ്ഞു നോക്കിയാൽ കാണാം, എൻജിൻസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഏത് മേഖലകളെയാണ് നമ്മൾ എൻജിനായി കണക്കാക്കുന്നത്? നമ്മളുടെ ഡെവലപ്മെന്റൽ, നമ്മളുടെ സ്വപ്നം ഒരു ട്രെയിൻ ആണ് എന്നുണ്ടെങ്കിൽ ആ ട്രെയിനിനെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന എൻജിനുകൾ എന്ന് പറയുന്നത് എന്തെല്ലാമാണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ആ എൻജിനുകൾ? നോക്കൂ, അഗ്രികൾച്ചർ, MSMEs, ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പോർട്സ്. ഇവയാണ് നമ്മളുടെ എൻജിനുകൾ, 4 എൻജിനുകൾ. അപ്പോൾ കൃഷിയിലൂടെ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസിലൂടെ, കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അട്രാക്ട് ചെയ്യുന്നതിലൂടെ, എക്സ്പോർട്ടുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ, ഈ രീതികളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ചെയ്യാൻ പോകുന്നത്. അഗ്രികൾച്ചർ നമുക്കറിയാം, നമ്മളുടെ എന്ത് ചെയ്യണം? ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നതിനുപരിയായിട്ട് അഗ്രികൾച്ചറിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അറിയോ? ഇവയെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. നോക്കൂ, അഗ്രികൾച്ചറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നെല്ലാവട്ടെ, പയറുവർഗ്ഗങ്ങളാകട്ടെ, പഴങ്ങളാകട്ടെ ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ എന്ത് ചെയ്യുക? 2 തലത്തിലാണ്. ഒന്ന് എന്ത് ചെയ്യുകയാണ്? സബ്സിസ്റ്റൻസ് ആയിട്ടുള്ളത്, അതായത് സബ്സിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഉണ്ടാക്കുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ ബാക്കി വരുന്ന പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം? അത് പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്യുന്ന എവിടെയാ? ഇൻഡസ്ട്രിയിലാണ്. അതിനുവേണ്ടി MSMEs നോക്കാം. അതിന് മാത്രമല്ല കേട്ടോ, MSMEs ഒരുപാട് കാര്യങ്ങൾക്ക് MSMEs ഉണ്ട്. ഞാൻ ഉദാഹരണം പറയുകയാണ്. അപ്പോൾ അഗ്രികൾച്ചറിൽ എന്ത് ചെയ്തു? പഴവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നു. അതിനെ ഇൻഡസ്ട്രികൾ, MSMEs അതിനെ ജാമാക്കുന്നു, അച്ചാറുകളാക്കുന്നു. പാലിനെയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ മാറ്റിയിട്ട് ഡയറി പ്രൊഡക്റ്റുകളാക്കി മാറ്റുന്നു, അല്ലേ? ഇനി ഈ MSMEs ആണെങ്കിലും ബാക്കി കാര്യങ്ങൾക്കാണെങ്കിലും ഇവയെ എക്സ്പാൻഡ് ചെയ്യാൻ, ഇവിടെ പ്രവർത്തനങ്ങൾ നടത്താൻ എന്ത് ആവശ്യമാണ്? ഇൻവെസ്റ്റ്മെന്റുകൾ ആവശ്യമാണ്. ഈ ഇൻവെസ്റ്റ്മെന്റുകളാണ് രാജ്യത്തിന് എന്ത് ചെയ്യുന്നത്? ഡെവലപ്മെന്റ് എന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ തന്നെ കേരളത്തിലെ ഇൻവെസ്റ്റ്മെന്റ് അറ്റ്മോസ്ഫിയർ വളരെയധികം നന്നായി എന്ന രീതിയിൽ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂർ നടത്തിയിട്ടുള്ള ഒരു പരാമർശം വലിയ വിവാദത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കേരളം ബിസിനസ് ഫ്രണ്ട്ലി ആയി മാറിയിരിക്കുന്നു എന്ന് എന്ത് ചെയ്യുകയാണ്? ഇപ്പൊ ഗവൺമെന്റ് അവകാശപ്പെടുകയാണ്. അപ്പൊ ശശി തരൂർ എഴുതിയിട്ടുള്ള അത് കോൺഗ്രസ്സുകാർ എതിർത്തു, CPM അതൊരു എന്ത് ചെയ്യുകയാണ്? അല്ലെങ്കിൽ LDF അതിനെ ഒരു പരസ്യമായിട്ട് എടുത്തിട്ട് നോക്കൂ, അവർ തന്നെ പറയുന്നു നാക്കുകയാണ്. മൊത്തത്തിൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയോ കേരളം എന്ന ചർച്ച നടക്കുകയാണ്. അപ്പൊ MSMEs ഇതുപോലത്തെ ഇൻഡസ്ട്രികൾ നടക്കണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് വരണം. ഇനി ഈ ഇൻവെസ്റ്റ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ എക്സ്പോർട്ടാണ് നമ്മുടെ നാട്ടിലേക്ക്, നമ്മൾ നേരത്തെ ഫോറക്സ് റിസർവിന്റെ കാര്യം പറഞ്ഞില്ലേ, 640 ബില്യൺ ഫോറക്സ് റിസർവ് എന്ന് പറഞ്ഞില്ലേ, വിദേശ നാണ്യം നമുക്ക് വരണം, കിട്ടണം എന്നുണ്ടെങ്കിൽ അത് എക്സ്പോർട്ടുകൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വിദേശ നാണ്യം നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കറൻസി എന്തായിരിക്കും? സ്ട്രോങ് ആയി നിൽക്കും. നമ്മുടെ ഫോറക്സ് റിസർവ് സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കറൻസിക്കും എന്തുണ്ടാകും? ശക്തി ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സോ ഈ 4 കാര്യങ്ങളാണ് നമ്മളുടെ എഞ്ചിനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിനുശേഷം ഇതിനെല്ലാത്തിനും ഫ്യൂവൽ ചെയ്യാനായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഏതാണ്? റിഫോമുകളെയാണ്. റിഫോംസ് വിൽ ഫ്യൂവൽ ഓൾ ദീസ് തിങ്സ്. ഓരോ മേഖലയിലും അഗ്രികൾച്ചർ നന്നാവണമെന്നുണ്ടെങ്കിൽ, MSMEs നന്നാവണമെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റുകൾ കൂടണമെന്നുണ്ടെങ്കിൽ, എക്സ്പോർട്ടുകൾ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള രീതിയിൽ നിന്നും നമ്മൾ നമ്മളുടെ മേഖലകളെ വിവിധ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായി റിഫോം ചെയ്തെടുക്കേണ്ടതുണ്ട്. റെഡ് ടേപ്പുകൾ നമ്മൾ ഇല്ലാതാക്കേണ്ടതുണ്ട്. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യേണ്ട ആളുകൾ വേണ്ട, അഴിമതി ഇല്ലാതാക്കേണ്ടതുണ്ട്. ഇതിന് വേണ്ടതായിട്ടുള്ള റിഫോമുകൾ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ we have to understand, we have to keep in mind a guiding spirit. അതെന്താണ്? ഇൻക്ലൂസിവിറ്റി.
ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ മൊത്തം ജനതയുടെ ടോപ്പിലുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമായി മാറരുത്. പരമാവധി എല്ലാ ജനങ്ങളെയും, പരമാവധി എന്നല്ല എല്ലാ ജനങ്ങളിലേക്കും എന്താ പറയുക, ഡെവലപ്മെന്റ് എത്തുന്ന പോലെയുള്ള ഡെവലപ്മെന്റ്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് എന്നിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്? ഈ ഓരോ സ്റ്റെപ്പിലൂടെയും നമ്മൾ എവിടേക്കാണ് എത്താൻ ഉദ്ദേശിക്കുന്നത്? വികസിത് ഭാരത്. നമ്മൾ ഒരു വികസിത് ഭാരത് ഉണ്ടാക്കിയെടുക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ PIBയിൽ അതേ ഡേറ്റ, അതേ ഡയഗ്രാംസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയത്. കാരണം ക്വസ്റ്റ്യൻസ് മിക്കവാറും വരാറുള്ളത് ഈ ബേസിക് പോയിന്റുകളിൽ നിന്നാണ്, അല്ലാണ്ട് ബജറ്റിന്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ചോദ്യങ്ങളൊന്നും വരാറില്ല. അപ്പം എഞ്ചിൻസ് ഓഫ് ഗ്രോത്ത്, താഴെ തന്നിട്ടുള്ള എഞ്ചിൻസ് ഓഫ് ഗ്രോത്തുകൾ ഏതൊക്കെ ചോദിച്ചാൽ അഗ്രികൾച്ചർ, MSME, ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പോർട്സ് എന്നിവ നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നോക്കൂ, ഇനി പലയിടങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട ഓരോരോ പ്രൊജക്ടുകൾ പറയുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് കേട്ട് മനസ്സിലാക്കുക. ബേസിക്കലി ഇത് എന്തിനെ കുറിച്ചാണ് എന്ന കാര്യം ഒന്ന് അറിയുക. അല്ലാതെ ഇത് മുഴുവൻ ഇരുന്ന് കാണാണ്ടിരുന്ന് പഠിച്ച് ഇവയെ ഓരോന്നുമായി ബന്ധപ്പെട്ട ഏറ്റവും മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ എന്താണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല തൽക്കാലത്തേക്ക്. ജസ്റ്റ് എന്ത് ചെയ്യുക, എന്തിനെ കുറിച്ചാണ് ഇവ ഓരോന്നും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ നോക്കൂ, പ്രൈം മിനിസ്റ്റർ ധനധാന്യ കൃഷി യോജന. പ്രൈം മിനിസ്റ്റർ ധനധാന്യ കൃഷി യോജന ഡെവലപ്പിംഗ് അഗ്രി ഡിസ്ട്രിക്ട് പ്രോഗ്രാംസ് എന്നതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്പിംഗ് അഗ്രി ഡിസ്ട്രിക്ട് പ്രോഗ്രാംസ് എന്നാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി നോക്കൂ, ടു കവർ 100 ഡിസ്ട്രിക്ട്സ് ആൻഡ് ലൈക്ലി ഹെൽപ്പ് 1.7 crore ഫാർമേഴ്സ്. നോക്കൂ, ധനധാന്യ കൃഷി യോജന എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് 100 ഡിസ്ട്രിക്റ്റുകളെ തിരഞ്ഞെടുക്കുകയാണ്. എന്താണ്? 100 ഡിസ്ട്രിക്റ്റുകളെ തിരഞ്ഞെടുക്കുകയാണ്. ഈ ഡിസ്ട്രിക്റ്റുകൾ റിലേറ്റീവ്ലി ബാക്ക്വേർഡ് ആയിരിക്കും. റിലേറ്റീവ്ലി എന്തായിരിക്കും? ബാക്ക്വേർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിനെ ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ബാക്ക്വേർഡ് ആയിട്ടുള്ള കൃഷിയുടെയും മറ്റു കാര്യങ്ങളിലും കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു, നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ആ ആളുകളിൽ നിന്ന്, അതായത് നമുക്ക് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എന്താണ്? ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് വെച്ചിട്ടുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ജില്ലകൾ, ഇന്ത്യയിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള 112 ജില്ലകളെ തിരഞ്ഞെടുക്കുകയും അവയെ എന്ത് ചെയ്യുകയാണ്, കൊളാബറേഷനിലൂടെ, കോമ്പറ്റീഷനിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നതായിരുന്നു ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം. ഇതുപോലെ 100 പിന്നാക്കം നിൽക്കുന്ന കൃഷിയിലും മറ്റു കാര്യങ്ങളിലേക്കും എന്താണ്, പിറകിൽ നിൽക്കുന്ന 100 ഡിസ്ട്രിക്റ്റുകളെ എടുക്കുകയും അതിലൂടെ 1.7 crore 1.7 കോടി കർഷകരെ എന്ത് ചെയ്യുകയാണ്, ഹെൽപ്പ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ധൻധാന്യ കൃഷി യോജനയിലൂടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ആലോചിക്കാൻ പ്രത്യേകം നിങ്ങളത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് മിഷൻ ഫോർ കോട്ടൺ പ്രൊഡക്ടിവിറ്റി. 5-year mission to facilitate improvements in productivity and sustainability of cotton farming. 5 വർഷത്തേക്കുള്ള ഒരു മിഷനാണ് മിഷൻ കോട്ടൺ എന്ന് പറയുന്നത്. കോട്ടന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ നോക്കൂ, എൻഹാൻസ്ഡ് ക്രെഡിറ്റ് ത്രൂ KCC. അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അല്ലെ. കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ കൃത്യമായി കർഷകർക്ക് ആവശ്യമായത് പ്രൊഡക്ഷന്റെ സമയത്താകട്ടെ, നിലം ഒരുക്കുന്ന സമയത്താകട്ടെ, ഇനി അവരുടെ കർഷകരുടേതായിട്ടുള്ള എന്താ പറയുക, അവരുടെ കൺസംഷൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി അടക്കം കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെ എന്ത് കിട്ടുമായിരുന്നു, ക്രെഡിറ്റ് ലഭിക്കുമായിരുന്നു. ഇത് ഒന്നുകൂടി നന്നാക്കി എടുക്കുകയാണ്. അതായത് ടു ഫെസിലിറ്റേറ്റ് ഷോർട്ട് ടേം ലോൺസ് ഫോർ 7.7 crore ഫാമേഴ്സ്, ഫിഷർമെൻ ആൻഡ് ഡെയറി ഫാർമേഴ്സ് വിത്ത് എൻഹാൻസ്ഡ് ലോൺ ഓഫ് 5 lakh. 3 ലക്ഷം എന്ന് പറയുന്ന ലിമിറ്റിൽ നിന്ന് ഇത് എത്രയിലേക്ക് കൂട്ടുകയാണ്, 5 ലക്ഷം എന്ന തലത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്, ക്രെഡിറ്റ് കാർഡിലൂടെയുള്ള, കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെയുള്ള ലോണുകളും മറ്റും എന്ത് ചെയ്യുകയാണ്, വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി നാഷണൽ മിഷൻ ഓൺ ഹൈ ഈൽഡ് സീൽഡ്സ്. അതായത് ബേസിക്കലി എന്താണ്, ഹൈ ഈൽഡിങ് സീൽഡുകളുടെ എന്താ ചെയ്യുക, ഒരു മിഷൻ നടത്തുകയാണ്. അതായത് കൃത്യമായിട്ട് ഓരോരോ ഇടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ഇന്ത്യയുടെ ഭാഗത്തും ചില സ്ഥലത്ത് എന്തായിരിക്കും, ഭയങ്കര ഹീറ്റ് വേവുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് കോൾഡ് വേവുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ പെസ്റ്റ് അറ്റാക്ക് കൂടുതലായിരിക്കും. ചില സ്ഥലത്ത് വാട്ടർ അവൈലബിലിറ്റി എന്തായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. അപ്പം ഇതിന് ഓരോന്നിനെയും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈ ഈൽഡ് വെറൈറ്റി സീഡുകൾ ഉണ്ടാക്കിയെടുക്കുക, അതിന് വേണ്ട ഡെവലപ്മെന്റ് നടക്കുക, റിസർച്ച് നടത്തുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, വല്ലാണ്ട് ചൂടാകുന്നു. നേരത്തെ പറഞ്ഞ പോലെ മഴ പെട്ടെന്ന് വല്ലാണ്ട് വന്നിട്ട് ചിലപ്പോൾ മൊത്തം നെല്ല് നിൽക്കുന്ന പാടം മുഴുവൻ വെള്ളം നിറയും. അത് കുറേ ദിവസമല്ല, ഒരു ദിവസം വെള്ളം നിറഞ്ഞു വെക്കും, എന്നിട്ട് ആ വെള്ളം ഒഴുകി പോകും. പക്ഷെ ആ ഒരൊറ്റ ദിവസത്തെ വെള്ളക്കെട്ട് കൊണ്ട് എന്ത് ചെയ്യും, ഇതിൻ്റെയൊക്കെ വേര് ചെയ്യും ചിലപ്പോൾ. അങ്ങനെ പറ്റാതിരിക്കാൻ അതിന് റെസിസ്റ്റൻസ് ഉള്ള, ഫ്ലഡ് റെസിസ്റ്റൻസ് ഉള്ള എന്താ പറയുക, വിത്തുകൾ ഉണ്ടാക്കിയെടുക്കുക.
ഈ രീതിയിൽ ഹൈ ഈൽഡിങ് സീഡുകൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കാനുള്ള നാഷണൽ മിഷൻ ഉണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മഖാന ബോർഡ് ഇൻ ബീഹാർ. മഖാന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ താമര, ലോട്ടസിൽ താമരയും മറ്റും, താമരാമല്, അതിന്റെ വിത്തുകളെയാണ് ഈ മഖാന എന്ന് പറയുന്നത്. അത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മഖാന എന്ന് പറയുന്നത്. അപ്പൊ മഖാന ഇസ് കൈൻഡ് ഓഫ് താമര വിത്ത് എന്നൊക്കെ പറയും. നിങ്ങൾക്ക് പിക്ചർ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് പുതിയതായിട്ടുള്ള സ്നാക്കുകൾ എന്ന് പറഞ്ഞിട്ട് സ്നാക്സ് ആയിട്ട് ഇപ്പോൾ ഈ താമരയുടെ ഈ സാധനം വല്ലാണ്ട് വരുന്നത്. ഇതിൽ ചീസും കുറെ എന്താ പറയുക മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടും മറ്റുമൊക്കെ ഇതിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്നാക്കുകളായിട്ട് ഇന്ത്യയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഈ താമര വിത്തുകൾ മഖാന എന്ന് പറയുന്ന ഇതിന്റെ 90% പ്രൊഡക്ഷൻ നടക്കുന്നത് ബീഹാറിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബീഹാറിൽ മഖാന പ്രൊഡക്ഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു ബോർഡ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും അത് നമ്മൾ എന്ത് ചെയ്യണം, ഇനി എക്സ്പോർട്ട് തലത്തിലേക്ക് അതിന്റെ പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, വാല്യൂ അഡീഷൻ, മാർക്കറ്റിംഗ്, ഇതെല്ലാത്തിനും വേണ്ടി എന്താണ് ഫുഡ് പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുകയാണ്, ഫുഡ് പ്രൊഡക്റ്റ് ഓർഗനൈസേഷൻസിനെ വേണ്ടിയിട്ടും നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുക. അപ്പം മഖാന എന്ന് പറയുന്ന പേര് പ്രത്യേകം ഓർക്കുക. മഖാന ബോർഡ് ബീഹാറിലാണ് വരുന്നത്. കാരണം 90% മഖാന പ്രൊഡക്ഷൻ നടക്കുന്നത് ബീഹാറിലാണ്. എന്താണ് മഖാന? ലോട്ടസിന്റെ, താമരയുടെ, ആമ്പലിന്റെയൊക്കെ വിത്തുകളെയാണ് മഖാന എന്ന പേരിൽ നമ്മൾ പറയുന്നത്. ചിത്രം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ചിത്രം. അപ്പോൾ ആദ്യത്തെ എന്താ പറയുക, അഗ്രികൾച്ചറൽ ഗ്രോത്തും റൂറൽ പ്രോസ്പെരിറ്റിക്കും വേണ്ടിയിട്ടുള്ള ആദ്യത്തെ 5 സ്റ്റെപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ആത്മനിർഭരത ഇൻ പൾസസ്. പൾസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, നോക്കൂ, നമ്മൾ ഇന്ത്യ പൾസസിന്റെ എന്താ പറയുക 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് പൾസ് പ്രൊഡക്ഷനിലുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്തിലേക്ക് പോകണം? ആത്മനിർഭരത. നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് വേണ്ട എല്ലാ പൾസും ഇവിടെ തന്നെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പൾസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പയർവർഗ്ഗങ്ങളെയാണ് പൾസസ് എന്ന് പറയുന്നത്. അപ്പൊ പൾസസ് ഒരുപാടുണ്ട് അല്ലെ. ബംഗാൾ ഗ്രാം, ചിക്ക് പീസ് നോക്കുകയാണെന്ന് വെച്ചാൽ, രാജ്മ പോലുള്ളത്, ബീൻസുകൾ നോക്കുകയാണെന്ന് വെച്ചാൽ ലെൻറ്റിൽസ് ഉണ്ട്, വൈറ്റ് പീ ആണെങ്കിൽ, ഗ്രീൻ ബീൻസ് ആണെങ്കിൽ. അപ്പൊ ഈ രീതിയിൽ ഒരുപാട് പൾസുകളുണ്ട്. ഒരു 6 വർഷത്തെ മിഷൻ ലോഞ്ച് ചെയ്യുകയാണ് വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ തർ, ഉറുദ്, മസൂർ. ഇവയിലൊക്കെ എന്താ പറയുക, കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പരിപ്പുകൾ, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള എന്ത് ചെയ്യുകയാണ്, ഒരു സ്പെഷ്യൽ ഫോക്കസ് കൊടുത്തിട്ടുള്ള മിഷൻ ഇടുകയാണ്. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോട്ടീൻ ഇൻടേക്ക് കൂടേണ്ടതുണ്ട്. നമ്മൾ വെറുതെ അരി മാത്രം കഴിച്ചുകൊണ്ട് കാർബോഹൈഡ്രേറ്റ്സ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. പ്രോട്ടീൻ ഉള്ളിലേക്ക് പോകണം. നമ്മളുടെ രാജ്യത്ത് കുറേ പെർസെൻറ്റേജ് ആളുകൾ എന്താണ്, വെജിറ്റേറിയൻസ് ആണ്. കുറേ പേരെന്ത് ചെയ്യില്ല, മീറ്റ് കൺസ്യൂം ചെയ്യില്ല. അപ്പം നമ്മുടെ സൗത്തിൽ നമ്മളൊക്കെ സുഖമായിട്ട് ചിക്കനും ബീഫും കഴിക്കുന്ന പോലെ കുറേ ഇടങ്ങളിൽ എന്ത് ചെയ്യില്ല, അതൊന്നും കഴിക്കാത്ത ആളുകളുണ്ട്. അപ്പൊ അത്തരം ഇടങ്ങളിലേക്ക് പ്രോട്ടീൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ ധാന്യങ്ങളിലൂടെ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, പയർവർഗ്ഗങ്ങളിലൂടെയൊക്കെയാണ് പോവുക. അപ്പൊ ഡെവലപ്മെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ അവൈലബിലിറ്റി ഓഫ് ക്ലൈമറ്റ് റെസിലിയൻസ് സീഡുകൾ ഉറപ്പിക്കുക, പ്രോട്ടീൻ കണ്ടന്റ് ഇതിൽ കൂട്ടുക. നമുക്കറിയില്ലേ ഫോർട്ടിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരം രീതികൾ എന്താ ഉറപ്പിക്കുക. ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി എന്താണ് കൂട്ടേണ്ടത്. അതുപോലെ തന്നെ പോസ്റ്റ് ഹാർവസ്റ്റ് സ്റ്റോറേജിനുള്ള ഫെസിലിറ്റീസ്, മാനേജ്മെന്റ്, റെമ്യൂണറേറ്റീവ് ആയിട്ടുള്ള പ്രൈസ് കർഷകർക്ക് ലഭിക്കുക, ഇതൊക്കെ ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങളെല്ലാം ചേർന്നിട്ടുള്ളതാണ് ആത്മനിർഭരത ഇൻ പൾസസ്. അപ്പൊ പൾസസിൻ്റെതായിട്ടുള്ള പ്രൊഡക്ഷൻ, പോസ്റ്റ് ഹാർവസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിങ്, സ്റ്റോറേജ്, അതിന്റെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെന്റ്, ആ പൾസസിൽ എന്താ പറയുക പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്, ഇനി കുറവാണെങ്കിൽ അത് ഫോർട്ടിഫിക്കേഷൻ നടത്തിയിട്ട് അത് ഉറപ്പിക്കല്, ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തലാണ് 6 വർഷത്തെ ആത്മനിർഭരത പൾസസ് മിഷനിലൂടെ നടത്തുന്നത്. ഇനി ഇന്ത്യൻ പോസ്റ്റിനെ എന്ത് ചെയ്യുക, റൂറൽ എക്കണോമിയുടെ ഡെവലപ്മെന്റിനുള്ള കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, ഇപ്പോൾ ബാങ്കുകളും മറ്റും ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തി, കാരണം പല ഉൾഗ്രാമങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ കേരളത്തിനെ വെച്ച് മാത്രം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാവില്ല. കേരളത്തിൽ ഇപ്പോൾ ഏതൊരു ഉൾഗ്രാമത്തിലാണെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ചങ്ങോട്ട് പോയാൽ ഒരു ബാങ്കിനെ കിട്ടും, അല്ലെ, ബാങ്ക് കിട്ടും. നമുക്ക് ഏത് ഗ്രാമത്തിലൊരു ബാങ്ക് ഉണ്ടാവും. പക്ഷെ ഇന്ത്യയിൽ ഒട്ടാകെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഇതുപോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ആണ്. അപ്പൊ ഇതിനെ എന്ത് ചെയ്യുകയാണ്, ഇതിനെ നമ്മൾ റൂറൽ കമ്മ്യൂണിറ്റിയുടെ, റൂറൽ എക്കണോമിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ആ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നറിയാമോ നിങ്ങൾക്ക്? അതായത് ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ ബാങ്കുകൾ ചെയ്യുന്ന കുറേ സർവീസുകൾ, അത് DBT, ക്യാഷ് ഔട്ട് ആകട്ടെ, EMI റിലേറ്റഡ് ആയിട്ടുള്ള പിക്കപ്പുകളാകട്ടെ, ക്രെഡിറ്റ് സർവീസുകളാകട്ടെ, ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളാകട്ടെ, ഡിജിറ്റൽ ആയിട്ടുള്ള സർവീസുകളാകട്ടെ, ഇതെല്ലാം പോസ്റ്റ് വഴിക്ക് അവൈലബിൾ ആക്കുക. കാരണം എന്താ, പോസ്റ്റൽ കോഡ് ഉണ്ട് അല്ലേ, എല്ലാ ഗ്രാമത്തിനും ഒരു പോസ്റ്റൽ കോഡ് ഉണ്ട്, അവിടെ ഒരു പോസ്റ്റ് ഓഫീസും ഉണ്ട്. അപ്പോൾ എല്ലാവിടെയും പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിന് ഈ സോ കോൾഡ് സർവീസുകളൊക്കെ കൊടുക്കുന്നൊരു കേന്ദ്രമാക്കി മാറ്റിക്കൂടെ? അത് ജനങ്ങളിലേക്ക്, ഓരോ ദരിദ്ര ഗ്രാമങ്ങളിൽ പോലും ഈ സർവീസുകൾ എത്തില്ലേ? അപ്പോൾ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ പോലെ എന്താണ്, ക്രെഡിറ്റ് സർവീസുകൾ അവൈലബിൾ ആക്കുക, EMI അവരുടെ അടുത്ത് നിന്ന് കിട്ടാനുള്ള സാധനങ്ങൾ ആക്കുക. ഇതെല്ലാം എന്താണ്, ഇതെല്ലാം ജനങ്ങളുടേതായിട്ടുള്ള ഫൈനാൻഷ്യൽ ആക്ടിവിറ്റി, എക്കണോമിക്കൽ ആക്ടിവിറ്റി
റൂറൽ ഏരിയകളിലെ എക്കണോമിയെ എന്താണ് ത്വരിതപ്പെടുത്താനായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് ഇതിനു വേണ്ടി ഉപയോഗിക്കലാണ് മറ്റൊരു പ്ലാൻ. ഇനി നേരത്തെ പൾസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൾസസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചിത്രം ഉൾപ്പെടെ കൊടുത്തതാണ്. എല്ലാം നോക്കിയിട്ട് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു മനസ്സിലാക്കിക്കോളൂ. ജസ്റ്റ് അതിൻ്റെ പേരുകൾ കൊടുത്താണ്. പലർക്കും പേരുകൾ കാണുന്ന സമയത്ത് ഏതെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഏതാണ് എന്ന്, പയറുവർഗ്ഗങ്ങൾ ഏതൊക്കെ, മാറ്റമുള്ള ഏത്, ചന ഏത്, രാജ്മ ഏത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടൊരു പിക്ചർ കൂടി പേരിൻ്റെ ഒപ്പം കൊടുത്തതാണ്. ശരി, ഇനി MSMEs നമ്മൾ അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ MSMEസിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. MSMEസിന്റെ ഡെഫിനേഷൻ മാറ്റി. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? MSMEs നിലവിൽ കറന്റ്ലി അതായത് MSMEസിനെ ഏതാണ് മൈക്രോ ഇൻഡസ്ട്രി, ഏതാണ് സ്മോൾ ഇൻഡസ്ട്രി, ഏതാണ് മീഡിയം എന്റർപ്രൈസ് എന്ന് നമ്മൾ നിർണയിക്കുന്നത് അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് അതിൽ എത്രത്തോളം ഉണ്ട് എന്നും അതിൻ്റെ ടേൺ ഓവർ എത്രയാണ് എന്നും നോക്കിയിട്ടാണ്. ഇത്ര വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് മൈക്രോ ആണ്, ഇത്ര വരെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ അത് എന്താണ്, മൈക്രോ ആണ്, അല്ലെങ്കിൽ മീഡിയം ആണ്, അല്ലെങ്കിൽ സ്മോൾ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കണക്കാക്കും. അത് ഈ വർഷം ആ റേഞ്ച് മാറ്റി. ഇത്രയും കാലം 1 കോടി വരെ, ഇതെല്ലാം കോടിയിലുള്ള കണക്കാണ്, 1 കോടി വരെ എന്താ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആളുകളെയാണ് മൈക്രോ എന്റർപ്രൈസ് എന്ന് പറഞ്ഞിരുന്നത്. അത് 2.5 കോടി വരെയാക്കി മാറ്റിയിരിക്കുകയാണ്. 1 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് മൈക്രോ ആയിരുന്നു. അത് 2.5 കോടി വരേക്കും ഇനി എന്തായിരിക്കും, ഇനി മൈക്രോ എന്റർപ്രൈസ് ആയിട്ട് അറിയപ്പെടും. അതേ കാര്യം ടേൺ ഓവർ ആണെങ്കിലോ 5 കോടി വരെ ടേൺ ഓവറിനെ മൈക്രോ എന്റർപ്രൈസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതിനി 10 കോടി വരേക്കും മൈക്രോ എന്റർപ്രൈസ് ആയിട്ട് കണക്കും. നോക്കൂ, മൈക്രോ എന്റർപ്രൈസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ടാക്സുകളും അതിൻ്റെതായിട്ടുള്ള രീതികളുമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ആളുകൾക്ക് മൈക്രോ എന്റർപ്രൈസ് ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അവർ ചിലപ്പോൾ അവരുടെ ടേൺ ഓവറോ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കറക്റ്റായിട്ട് ചിലപ്പോൾ കാണിക്കില്ല, കാരണം അതിനൊക്കെ ടാക്സ് പോവും ചിലപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, മൈക്രോ എന്റർപ്രൈസിനുള്ള അവൈലബിലിറ്റി അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യും, 2.5 കോടി വരെ ഇൻവെസ്റ്റ്മെന്റ് വരികയാണെങ്കിലും 10 കോടി വരെ ടേൺ ഓവർ വരികയാണെങ്കിലും അത് മൈക്രോയിൽ തന്നെ വരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ജനങ്ങൾക്കും എന്താണ്, ഈ സ്റ്റാർട്ടപ്പുകളും MSMEസും തുടങ്ങാൻ ആളുകൾക്കും അതെന്തായിരിക്കും, അതൊരു എൻകറേജ്മെന്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ടേൺ ഓവറിന്റെ റേഞ്ച് കൂട്ടാനുള്ള കാരണം. മനസ്സിലാവുന്നുണ്ടോ? ബേസിക് ലോജിക് അതാണെന്ന് പറയുക. സ്മോൾ എന്റർപ്രൈസസ് 10 കോടി ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് 25 കോടി വരെ ഇൻവെസ്റ്റ്മെന്റിന് സ്മോൾ എന്റർപ്രൈസ് ആയിരിക്കും. ടേൺ ഓവർ ആണെങ്കിലോ 50 കോടിയാണ് ഉണ്ടായിരുന്നത്, അത് 100 കോടി വരെ എന്ത് ചെയ്യും, ഇനി ടേൺ ഓവർ ഉണ്ടെങ്കിൽ അത് സ്മോൾ എന്റർപ്രൈസ് ആയിരിക്കും. മീഡിയം എന്റർപ്രൈസ് ആണെങ്കിലോ 50 കോടി വരെ ഇൻവെസ്റ്റ്മെന്റിനെ മീഡിയം എന്റർപ്രൈസ് ആയിട്ട് കണക്കാക്കിയിരുന്നു, അതിന് 125 കോടി വരെ ആണെങ്കിലും എന്തായിരിക്കും, അത് മീഡിയം എന്റർപ്രൈസ് ആയിരിക്കും. ടേൺ ഓവർ ആണെങ്കിലോ 250 കോടി വരെയാണ് മീഡിയം എന്റർപ്രൈസ് ഉണ്ടായിരുന്നത്, അതിന് 500 കോടി വരെ ടേൺ ഓവർ ഉണ്ടെങ്കിലും അത് മീഡിയം എന്റർപ്രൈസ് ആയിട്ട് കണക്കാക്കിയുള്ളൂ. അപ്പോൾ ഇത് എന്തിന് ബൂസ്റ്റ് ചെയ്യും, MSMEs എന്ന തലത്തിൽ ആളുകൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാനും മുന്നോട്ട് പോകാനും ആളുകളെ ഇത് വല്ലാണ്ട് എന്ത് ചെയ്യും, സഹായിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ MSMEസിന് ലോൺ എടുക്കേണ്ട പരിപാടിയുണ്ട്, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, അതും എന്ത് ചെയ്തു, റിവൈസ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? മൈക്രോ സ്മോൾ എന്റർപ്രൈസസ് ആണ് എന്നുണ്ടെങ്കിൽ ഇതുവരെ ക്രെഡിറ്റ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് എത്രയായിരുന്നു, 5 കോടി വരെയായിരുന്നു, അത് 10 കോടിയാക്കി ഉയർത്തി. സ്റ്റാർട്ടപ്പുകൾക്കാണെങ്കിൽ അത് 10 കോടിയായിരുന്നു, അത് 20 കോടി വരെയാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഉയർത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എക്സ്പോർട്ടുകൾ നടത്തുന്ന MSMEs ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ലോണുകൾ, ക്രെഡിറ്റുകൾ ഏത് രീതി വരെയാണ്, 20 കോടി വരെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അവൈൽ ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്ക് MSMEസിന്റെ ഡെഫിനിഷൻ അത് ടേൺ ഓവറിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പേരിലാണെങ്കിലും അവയുടെ എന്താ പറയുക, ഡെഫിനിഷൻ ഇത്ര എമൗണ്ട് വരെ എന്നുള്ളത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ക്രെഡിറ്റിന്റെ കാര്യത്തിലും വലിയ രീതിയിലുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ MSMEസുമായി ബന്ധപ്പെട്ട ആ 2 പോയിന്റുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ബജറ്റിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഡേറ്റിലേക്ക് കടക്കുകയാണ്. എന്താണ്, എവിടെ നിന്നെല്ലാമാണ് നമ്മുടെ ഇൻകം വരുന്നത്, തൊട്ടടുത്ത സ്ഥലത്ത് എവിടെയെല്ലാമാണ് നമ്മുടെ ഇൻകം പോകുന്നത്. ഇത് രണ്ട് നമ്മുടെ ബജറ്റ് PIB ഇറക്കി അതേ ഡേറ്റ ബുക്കിൽ നിന്ന് അതുപോലെ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിലൊരു സംശയം നിങ്ങൾക്ക് ആവശ്യം ഇല്ല. നോക്കൂ, ആദ്യത്തെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ് ഏറ്റവും അധികം റുപ്പി വരുന്നത് നോക്കൂ. എപ്പോഴും 1ാം സ്ഥാനത്ത് ഉണ്ടാവുക ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആയിരിക്കും. ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ഇൻകം, അതായത് ഒരു ഇൻകം ആണത്. പക്ഷെ ആ ഇൻകം എന്തായിരിക്കാം, അത് ലോൺ ആയിരിക്കാം, ഡെപ്റ്റ് ആയിരിക്കാം, അതായത് ലയബിലിറ്റി ആണ്. നമുക്കിപ്പോൾ പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് എന്താണ് ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്നതിനെ കൊടുക്കുന്നത്. എപ്പോഴും ബോറോയിങ് ആയിരിക്കും ഒരു സർട്ടൻ പെർസെൻറ്റേജ് വരിക, ഹയസ്റ്റ് അതാണ് വരിക. ഇതൊന്ന് കുറയ്ക്കേണ്ടതുണ്ട് നമുക്ക്, പക്ഷെ ഇതാണ് വരിക, അതിൻ്റെ രീതിയാണ്. അപ്പോൾ ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ
ഇൻകം ടാക്സ് 22% ഇൻകം ടാക്സിൽ നിന്നുള്ള വരവാണുള്ളത്. നമ്മുടെ മൊത്തം റവന്യൂവിൻ്റെ 22% ഇൻകം ടാക്സ് ആണ്. ഇനി GST അതർ ടാക്സസ്, അതായത് ഇൻഡയറക്റ്റ് ടാക്സുകൾ, GST ആൻഡ് അതർ എന്താ പറയുക ഇൻഡയറക്റ്റ് ടാക്സുകൾ എല്ലാം കൂടി ചേർന്നിട്ട് 18% നമുക്ക് ലഭ്യമാകുന്നത്. കോർപ്പറേഷൻ ടാക്സ് എന്താണ്? ഇൻകം ടാക്സ് തന്നെയാണ്, പക്ഷെ അത് കോർപ്പറേറ്റുകളുടെ ആയത് കാരണം സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹെഡിലാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. കോർപ്പറേഷൻ ടാക്സ് 17% വരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി നോൺ ടാക്സ് റെസിപ്റ്റുകളുണ്ട്, അല്ലെ ടാക്സ് അല്ലാണ്ട് വരുന്ന വരവുകളുണ്ട്, അത് 9%. കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് 4% വരുന്നു. യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് 5% വരുന്നു. പിന്നെ നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസിപ്റ്റുകൾ, അതായത് കടമുണ്ടാക്കാത്ത രീതിയിലുള്ള ക്യാപിറ്റൽ റെസിപ്റ്റുകളുണ്ട്. അത് ഡിസ്ഇൻവെസ്റ്റ്മെന്റുകളായിരിക്കാം, മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ സർട്ടൺ എമൗണ്ട് കമ്പനിയുടെ ലാഭം കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെയുള്ള ലോൺ തിരിച്ചടച്ച് കിട്ടിയതായിരിക്കാം. അതൊന്നും എന്തല്ല, ഇനി അടുത്ത വർഷത്തേക്ക് ഡെപ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വരവുകളല്ല, ക്യാപിറ്റൽ റെസിപ്റ്റുകളല്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അവയെല്ലാം എത്രയാണ്? 1%. ഞാനൊരു എക്കണോമിക്സ് ക്ലാസ് ഇനി ഇവിടെ എടുക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. അതൊക്കെ നിങ്ങൾക്ക് എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കിടക്കുന്നത്? റുപ്പി 1 രൂപ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 22 പൈസ ഇങ്ങനെയാണ്, 5 പൈസ ഇങ്ങനെയാണ്, 18 പൈസ ഇങ്ങനെയാണ്, 17 പൈസ ഇങ്ങനെയാണ്, 4, 1, 9, 24 പൈസ ഇങ്ങനെയാണ്. അപ്പോൾ 24 പൈസയും എങ്ങനെയാണ്? നമ്മളുടെ റുപ്പി വരുന്നുണ്ട്, അത് പക്ഷേ എങ്ങനെയാണ്? ബോറോയിങ് ആൻഡ് അതർ, പലയിടത്ത് നിന്ന് നമ്മൾ റേസ് ചെയ്യാണ് എമൗണ്ട്. മനസ്സിലാവുന്ന ലോണുകളും മറ്റ് പല കാര്യങ്ങളുമായിട്ട് റേസ് ചെയ്യുന്ന ബോറോയിങ് എമൗണ്ട് ആണ് ഇതിൽ പ്രധാനപ്പെട്ട ശതമാനം വരുന്നത് എന്ന കാര്യം നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സോ റുപ്പി കംസ് ഫ്രം ഓൾ ദീസ് പാർട്സ്. അപ്പോൾ അധികവും ചോദ്യം ചോദിക്കുക എങ്ങനെയാണ്? ഏറ്റവും അധികം ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഭാഗമേത്? അപ്പോൾ ബോറോയിങ് അതർ ലയബിലിറ്റി അതിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആണ് വരുന്നത്. പിന്നെ ഏത് വരുന്നുണ്ട്? നെക്സ്റ്റ് ഏറ്റവും അധികം പെർസെൻറ്റേജ് ഏതാണ് വരുന്നത്? GST, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള GST അതർ ടാക്സസ് ആണ്. പിന്നെ കോർപ്പറേഷൻ ടാക്സ് ആണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പോൾ ഈ പെർസെൻറ്റേജുകൾ ഒന്ന് എന്ത് ചെയ്യുക? ആദ്യത്തെ ഒരു 4 പേരെയോ മറ്റോ 5 പേരെയോ മറ്റോ ഒന്ന് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എങ്ങടാണ് ഈ വന്നതൊക്കെ ചെലവായി പോകുന്നത്? എങ്ങടാ? ഏറ്റവും അധികം, ഇത് പലപ്പോഴായി ചോദ്യം വന്നിട്ടുള്ള ഭാഗമാണ്, ഏറ്റവും അധികം ഇപ്പോൾ പോകുന്നത് സ്റ്റേറ്റ്സിനുള്ള ഷെയർ ആണ്. സ്റ്റേറ്റ്സ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്, അതാണ് 22% പോകുന്നത്. 22%, നമ്മുടെ ഇൻകമിൻ്റെ 22% പോകുന്നത് എങ്ങനെയാണ്? സംസ്ഥാനങ്ങൾക്കുള്ള ടാക്സിൻ്റെയും ഡ്യൂട്ടിയുടെയും ഷെയർ ആയിട്ട് 22% പോകുന്നു. പിന്നെയുള്ളത് എന്താ അറിയോ? ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. 20% നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുകയാണ്. എന്തിൻ്റെ ഇൻട്രസ്റ്റാ? ഇവിടെ ഓർമ്മയുണ്ടോ നമ്മൾ കുറേ സാധനങ്ങൾ ബോറോ ചെയ്തിട്ടില്ലേ? ഈ ബോറോ ചെയ്തതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അടയ്ക്കേണ്ടതുണ്ട്. ആ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിലേക്കാണ് 20% പിന്നീട് നമ്മൾ പോകുന്നത്. പിന്നെ അടുത്ത പ്രധാനമായിട്ടുള്ള ചിലവ് എന്തിനാണ്? 16% ചിലവ് എന്ന് പറയുന്നത് സെൻട്രൽ സെക്ടർ സ്കീമുകൾക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? സെൻട്രൽ സെക്ടർ സ്കീമുകൾക്കായിട്ടാണ് 16%. ഇതിൽ നിന്ന് എന്ത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഡിഫൻസ് സെക്ടറിനും സബ്സിഡികൾക്കും ഉള്ളതൊക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഈ സെൻട്രൽ സെക്ടർ സ്കീമിൻ്റെ 16% എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഏതാണ്ട് ഒരുപോലെ 8% എന്നുള്ള രീതിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? സെൻട്രലി സ്പോൺസേഡ് സ്കീമുകൾ വരുന്നുണ്ട്. ഫൈനാൻഷ്യൽ കമ്മീഷനും ബാക്കിയുള്ള അതിനനുസരിച്ചുള്ള ബാക്കിയുള്ള ട്രാൻസ്ഫറുകൾ. ഡിഫൻസ് 8% വരുന്നുണ്ട്. സബ്സിഡികൾ 6% വരുന്നുണ്ട്. പെൻഷൻ 4% വരുന്നുണ്ട്. ബാക്കിയുള്ള എക്സ്പെൻഡിച്ചറുകൾ കൂടിയിട്ട് ഒരു 8% നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റുപ്പിയുടെ ചെലവിൽ 2 മേജർ കാര്യങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ്സിനുള്ള ഷെയറുകളും അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഇതിനു മുമ്പ് നമ്മൾ വാങ്ങിയിട്ടുള്ള ലയബിലിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുകളുമാണ്. പിന്നെ വരുന്നത് സെൻട്രൽ സെക്ടർ സ്കീമാണ് ഏറ്റവും അധികം. അപ്പോൾ ചോദിക്കുകയാണ്, സെൻട്രൽ സെക്ടർ സ്കീമിനാണോ അതോ സെൻട്രലി സ്പോൺസേഡ് സ്കീമിനാണോ ഏറ്റവും കൂടുതൽ എന്താണ് ചിലവാക്കുന്നത്? ഏതിനാണ്? സെൻട്രൽ സെക്ടർ സ്കീമുകൾക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അത് കൃത്യമായിട്ടൊന്ന് നിങ്ങൾ ആലോചിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ? ആ ഭാഗത്ത് കൃത്യമാണ്, അതിൽ വേറെ ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗം നോക്കിയാലും നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ഒരു ഗ്ലാൻസിന്റെ ബജറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂ റെസിപ്റ്റും ക്യാപിറ്റൽ റെസിപ്റ്റും ഉണ്ട് അല്ലേ? റവന്യൂ റെസിപ്റ്റ് എത്രയായിരുന്നു? 34,20,409 കോടിയാണ് എന്ത് വരുന്നത്? റവന്യൂ വരുന്നത്. ക്യാപിറ്റൽ എത്രയാണ് വരുന്നത്? 16 ലക്ഷത്തി എന്ന തലത്തിലാണ് കിടക്കുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ 39 ലക്ഷത്തി സംതിങ് ആണ് വരുന്നത്. ക്യാപിറ്റൽ 11 ലക്ഷത്തി സംതിങ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ബജറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ കോടികളിലാണ്, ഈ കണക്കൊക്കെ കോടികളിലാണ് എന്ന് പ്രത്യേകം ഓർക്കാനായിട്ട് പറയുകയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വായിക്കുക. ഞാൻ വെറുതെ നിങ്ങളോടത് വായിച്ച് തരുന്നില്ല. ഇനിയാണ് ഡെഫിസിറ്റിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കൂ,
പല പല ഡെഫിസിറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ നിങ്ങൾക്ക് തിയറിറ്റിക്കലി അറിയാമെന്ന് വിചാരിക്കുന്നു. ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്, പ്രൈമറി ഡെഫിസിറ്റും ഉണ്ട്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് എന്താ? നമുക്കറിയാം റവന്യൂ നമുക്ക് വരുന്നുണ്ട് അല്ലേ, സർട്ടേൺ എന്താണ് ഇൻകം റവന്യൂ വരുന്നുണ്ട്. ആ റവന്യൂ എത്രത്തോളം വരുന്നു, എത്രത്തോളം ചെലവുണ്ട്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട് അല്ലേ, ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ചെലവുണ്ട്. ഇനി അതുപോലെ തന്നെ ടോട്ടൽ റവന്യൂ എന്താണ്? ടോട്ടൽ റവന്യൂ റെസീപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരവ്, റവന്യൂ എക്സ്പെൻഡിച്ചറിന് ചെലവ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടിയിട്ടുള്ള എന്താ പറയുന്നത് വ്യത്യാസമാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കുറഞ്ഞ് 1.5% എന്ത് ചെയ്യുന്നുണ്ട്, എത്തിയിട്ടുണ്ട്. ഇത് ബജറ്റ് എസ്റ്റിമേറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ന് പറയുന്നത് എത്രയാണ്? ഇത് ബജറ്റ് എസ്റ്റിമേറ്റ് ആണ് ഈ കിടക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നത് കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഇപ്പുറത്ത് ഈ ഡേറ്റ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെയൊക്കെ ബാക്കിയുള്ള അളവുകൾ കറക്റ്റ് അളവുകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കൂ, റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ബജറ്റ് എസ്റ്റിമേറ്റിൽ എത്ര കിടക്കുന്നുണ്ട്? 1.5% കിടക്കുന്നുണ്ട് റവന്യൂ ഡെഫിസിറ്റ്. കണ്ടോ, അത് ഇതാണ് റവന്യൂ ഡെഫിസിറ്റ് 1.5 ഇതാണ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് തൊട്ട് മുമ്പ് റിവൈസ് എസ്റ്റിമേറ്റ് എത്രയായിരുന്നു? 1.9 ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് എന്ന് പറയുന്നത് എത്രയാണ്? 1.9 ആണ് കിടക്കുന്നത്. അതിന്റെ ബാക്കിലോട്ടുള്ള ഓരോരോ അളവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? തൊട്ടിപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഈ ഡയഗ്രാം, ഈ ഒരു ബാർ ഡയഗ്രാം കാരണം നിങ്ങൾക്ക് കൃത്യമായി അളവ് അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്ലൈഡിൽ ഇതിന്റെ ഓരോരോ അളവുകൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഏതാണ്? ഫിസിക്കൽ ഡെഫിസിറ്റ് നിങ്ങൾക്ക് അറിയാലോ. എന്താ ഫിസിക്കൽ ഡെഫിസിറ്റ്? ബേസിക്കലി ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കി പറയാം. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ബജറ്റിന്റെ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും അല്ലെ. ആകെ ടോട്ടൽ ബജറ്റിൽ മൊത്തം ഇത്രയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും അല്ലെ. ഈ എക്സ്പെൻഡിച്ചറിൽ നിന്ന് എന്ത് ചെയ്യണം അറിയോ? ടോട്ടൽ ബജറ്റിന്റെ റെസീപ്റ്റുകൾ മൊത്തം വരവ് കുറയ്ക്കുക. പക്ഷെ അതിൽ എന്ത് മാത്രം ഉണ്ടാവില്ല അറിയോ? നിങ്ങൾക്ക് ബോറോയിങ് മാത്രം കണക്കാക്കില്ല. ബോറോയിങ് മാത്രം ഈ വരുന്ന റവന്യൂവിൽ, അതായത് ഈ ബോറോയിങ് ഇല്ലേ, ഈ ബോറോയിങ് മാത്രം കണക്കാക്കില്ല. ഇപ്പുറത്തുള്ള ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ ഈ വട്ടം കുറയ്ക്കണം. ഈ ടോട്ടൽ എന്താ പറയുക? ഇൻകം ചെയ്യും അല്ലേ. എന്നിട്ട് അതിൽ എന്ത് കണക്കാക്കില്ല? ഇത് കണക്കാക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് കണക്കാക്കില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്ന് ഇത് കുറയുന്ന സമയത്ത് മൊത്തം എത്ര ബോറോയിങ് ആണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ടോട്ടൽ ബജറ്റിന്റെ റെസീപ്റ്റ് എന്താണ് ഉണ്ട്. അതിൽ ബോറോയിങ് മാത്രം ഒഴിവാക്കുമ്പോൾ ഇൻ എഫക്റ്റ് ആയിട്ട് നമുക്ക് എന്താ കിട്ടുക? നമുക്ക് ആ വർഷം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ എത്ര നമുക്ക് ബോറോ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവും. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? സോ ദർ ആർ സർട്ടൻ എമൗണ്ട് നമുക്ക് എന്താണ് ചെലവുണ്ട്. ആ ചെലവ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബജറ്റ് റെസീപ്റ്റുകളുണ്ട്. അത് ടാക്സിൽ നിന്ന് കിട്ടും അല്ലെ, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, അതർ എന്താ പറയുക വരവുകൾ, ഇതെല്ലാം നമുക്ക് കുറേ നമുക്ക് പൈസ കിട്ടുന്ന വരവുകളുണ്ട്. പിന്നെ ബാക്കി നമ്മൾ എങ്ങനെയാ മീറ്റ് ചെയ്യാൻ പോണേ? ബോറോയിങ് കൂടെയാണ്. ഈ ബോറോയിങ് ഇതിൽ കണക്കാക്കില്ല, ഈ കണക്ക് ഫിസിക്കൽ ഡെഫിസിറ്റ് എടുക്കുമ്പോൾ. അപ്പൊ ഇൻ എഫക്റ്റ് നമുക്ക് എന്താ കിട്ടുക? ടോട്ടൽ ബജറ്റ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് ബാക്കി എല്ലാ രീതിയിലുള്ള ചെലവ് കുറയ്ക്കും. അപ്പോൾ ബാക്കി ഒരു എമൗണ്ട് വരും. അതെന്താണ്? അത് ഈ ബോറോയിങ്ങിൻ്റെ ആയിരിക്കും നമുക്ക് കൃത്യമായിട്ട് കണക്ക് കിട്ടുക. സോ ഇൻ എഫക്റ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മളോട് പറയുന്നത് നമ്മളുടെ ബജറ്റിൽ ഇനി എത്ര നമുക്ക് ബോറോ ചെയ്യേണ്ടതുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ടാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഈ കണക്ക് എപ്പോഴും വലിയ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. കാരണം ബജറ്റിലെ ബാക്കി കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ ഇനി നമ്മൾ എത്ര കടമെടുക്കണം, നമ്മുടെ ബോറോയിങ് എത്രയായിരിക്കും എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന അളവാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ ഒരു വരവ് നോക്കൂ എങ്ങനെയാണെന്നുള്ളത്. 6.4 ആയിരുന്നു 22-23 ഉണ്ടായിരുന്നത്. അത് 5.6 ആയിട്ട് കുറഞ്ഞു 23-24. അത് 4.8%. നോക്കൂ, കഴിഞ്ഞ വർഷത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്ര ചോദിച്ചാൽ അത് 4.8 ആണ്. ഈ വർഷത്തെ ബജറ്റിൽ എസ്റ്റിമേറ്റ് എത്ര, ഈ വർഷം എത്രയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ചോദിച്ചാൽ അത് 4.4 ആണ്. രണ്ടും അങ്ങോട്ടും മാറിപ്പോരുത്. ഓക്കെ, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എത്രയായിരുന്നു, അവസാനം ശരിക്കും എത്രയായിരുന്നു? 4.8 ആയിരുന്നു. ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 4.4 ആണ്. മനസ്സിലായോ ഫിസിക്കൽ ഡെഫിസിറ്റ്? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നിങ്ങൾ മറക്കാനായിട്ട് പാടില്ല. ഇനി അടുത്തത് ഏതാ? പ്രൈമറി ഡെഫിസിറ്റ് ഉണ്ട്. എന്താണ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പ്രൈമറി ഡെഫിസിറ്റ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, ഫിസിക്കൽ ഡെഫിസിറ്റിലെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മളിപ്പോൾ കണക്കാക്കിയില്ല എന്താണെന്നുള്ളത്. അതായത് ടോട്ടലി നമുക്ക് എത്ര ബോറോ ചെയ്യണം, നമ്മുടെ ബാക്കി ചിലവൊക്കെ എന്താ ചെയ്യാൻ വേണ്ടി എത്ര ബോറോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് നമ്മൾ നടത്തേണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ? ഇൻട്രസ്റ്റ് പേയ്മെന്റിന്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
നമുക്ക് പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. എന്താ ഇതിൻ്റെ അർത്ഥം? അതായത് നോക്കൂ, ഇവിടെ നമ്മൾ ചിലവിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കണ്ടു അല്ലേ? ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കുകയാണ്. അതായത് ഓരോ വർഷവും നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തുന്നുണ്ട് അല്ലേ? ആ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ശരിക്കും എന്തിന്റെ ബാക്കി പത്രമാണ്? ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ, ഏർലിയർ ഇയേഴ്സിൽ നമ്മൾ നടത്തിയിട്ടുള്ള എന്താ പറയുക, ഡെപ്റ്റ് അല്ലെ? ഇതിന് മുമ്പ് നമ്മൾ കടം വാങ്ങിയതിന്റെ കാരണം നമുക്ക് ഇപ്പോഴുള്ള ചിലവാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് അല്ലെ? അപ്പൊ നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ്, അതായത് നമുക്ക് ഈ വർഷം എത്ര ബോറോ ചെയ്യണം എന്നതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് കഴിഞ്ഞ വർഷത്തിൽ നിന്നുള്ള കടം കാരണമുള്ള ഇപ്രാവശ്യം നമ്മൾ അടക്കേണ്ട ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എഫക്റ്റീവ്ലി ഈ വർഷം നമുക്ക് എത്രയാണ് ശരിക്കും ബോറോ ചെയ്യേണ്ടത്? ഈ വർഷം ശരിക്കും ബോറോ ചെയ്യേണ്ടതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇനി നമ്മൾ അതിൽ നിന്ന് എന്തുകൂടി കുറയ്ക്കുന്നു? കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ എന്താണ് കടം എടുത്തത് കൊണ്ട് ഈ വർഷം നമ്മൾ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഉണ്ട്, അത് നമ്മൾ കുറയ്ക്കുകയാണ്. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കും എന്ത് മനസ്സിലാകും? ഈ വർഷം നമുക്ക് ശരിക്കും നമ്മൾ എന്താണ് പ്രൈമറി ഡെഫിസിറ്റ്, അതായത് ശരിക്കും ഈ വർഷം എത്ര ഡെഫിസിറ്റ് ആണ്, അതായത് ബോറോയിങ് റിക്വയർമെന്റ് ഓഫ് ദി ഗവൺമെന്റ് ഫോർ മീറ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡിങ് ദി ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. ഇൻട്രസ്റ്റ് പേയ്മെന്റും കൂടി നമ്മൾ മാറ്റിയിട്ട് ശരിക്കും, അതായത് കഴിഞ്ഞ വർഷത്തെ കാരണം കൊണ്ടല്ലാണ്ട് ഈ വർഷത്തെ കാരണങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ ബോറോയിങ് എത്രയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് പ്രൈമറി ഡെഫിസിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അതിൻ്റെ ഒപ്പം എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് കൂടിയിട്ട് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതുമായിട്ട് അതുകൂടി എന്തുണ്ട് നമുക്കിവിടെ കണക്കുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും എമൗണ്ടുകൾ ഇവിടെ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അത് ഓരോന്നും എന്ത് ചെയ്യുക, ഈ വർഷത്തെ കണക്കും ഓർത്ത് വെക്കുക, കഴിഞ്ഞ വർഷത്തെ കണക്കും ഒന്ന് ഓർത്ത് വെക്കുക. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? ഇനി ജനറൽ ട്രെൻഡ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഞാനിതൊന്നും വെറുതെ നിങ്ങൾക്ക് വായിച്ചു തരാൻ വേണ്ടി നിൽക്കുന്നില്ല, അതിന് സമയം കളയുന്നില്ല. ജനറൽ ട്രെൻഡ്, അതായത് ടാക്സ് റവന്യൂ എത്രയാണ്, നോൺ ടാക്സ് റവന്യൂ എത്രയാണ്, നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റിസിപ്റ്റ് എത്രയാണ്, ഇത് നിങ്ങൾക്ക് ഡേറ്റ കിട്ടാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ഉൾപ്പെടുത്തിയതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിലേക്കുമുള്ള ട്രാൻസ്ഫർ ഈ വർഷം എത്രയാണ്? ബജറ്റ് എസ്റ്റിമേറ്റിൽ 25.6 ലക്ഷം കോടിയാണ് സ്റ്റേറ്റ്സിനും യൂണിയൻ ടെറിട്ടറീസിനും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പെർസെൻറ്റേജും എന്താണ്, അതിന്റെ എമൗണ്ട്, ജനറൽ എമൗണ്ട് കൂടി വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? ടാക്സ് റവന്യൂ, അതായത് നമ്മുടെ കേന്ദ്രത്തിന്റെ ടാക്സ് റവന്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കൂടി പോകുന്നുണ്ട്. നോൺ ടാക്സ് റവന്യൂ കുറച്ചെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞാണ് കിടക്കുന്നത്. പക്ഷെ ടാക്സിലൂടെ കിട്ടുന്ന റവന്യൂ വർദ്ധിക്കുന്നുണ്ട്. അത് നല്ല ലക്ഷണം തന്നെ ആണ്, ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എക്സ്പെൻഡിച്ചർ ഓരോ സെക്ടർ വൈസ് ഇവിടെ നമുക്ക് തന്നിരിക്കുകയാണ്. നോക്കൂ, ഡിഫൻസിനാണ് ഏറ്റവും അധികം ചെലവ്, 4,91,732 കോടി രൂപ ഡിഫൻസിനാണ് ഏറ്റവും അധികം ചെലവ്. പിന്നെ റൂറൽ ഡെവലപ്മെന്റിനാണ്, ഗ്രാമീണ വികസനത്തിനാണ് 2,66,817 കോടി രൂപ. ഹോം അഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും. പോലീസ് ഫോഴ്സ് കാര്യം, അതായത് നമ്മളുടെ പൊതുവായിട്ടുള്ള നിയന്ത്രണങ്ങൾ. ഹോം അഫയേഴ്സിൽ നമ്മളുടെ രാജ്യത്തിന് ഡേ ടു ഡേ ആയിട്ടുള്ള കൊണ്ടുപോകുന്ന ട്രാഫിക് ആവട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹോം അഫയേഴ്സിൽ വരും. പോലീസിന്റെ നിയന്ത്രണങ്ങളുണ്ട്, പബ്ലിക് എന്താ പറയുക, പബ്ലിക്കിനെ നിയന്ത്രിക്കൽ, അങ്ങനെ എല്ലാം ഹോം അഫയേഴ്സിൽ വരും. ഇതെല്ലാം കൂടിയിട്ട് 2,33,211 കോടി രൂപ. അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിന് 1,71,437 കോടി രൂപ. എഡ്യൂക്കേഷൻ 1,28,650 കോടി രൂപ. പിന്നെ ഹെൽത്ത്, അർബൻ ഡെവലപ്മെന്റ്, അങ്ങനെ സെക്ടർ വൈസ് ആയിട്ടുള്ള ചിലവുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ആദ്യത്തെ ഒരു 5 6 നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ജസ്റ്റ് ശ്രദ്ധിക്കുക. ആ ഒരു ഓർഡർ, ഏത് ഓർഡറിലാണ് എക്സ്പെൻഡിച്ചർ എന്ന് ജസ്റ്റ് ആലോചിക്കുക. അതുപോലെ ഓർഡറിലൊന്നും ചോദിച്ചിട്ടില്ല, എങ്ങാനും എന്താണ് ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അറിയാണ്ട് പോകരുത് എന്ന് പറഞ്ഞിട്ട് ഒരു ജനറൽ ഐഡിയയ്ക്ക് വേണ്ടി നിങ്ങളോട് പറഞ്ഞതാണ്. അടുത്ത ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് മെഷേഴ്സ് ഫോക്കസിങ് ഓൺ ഗരീബ്, യൂത്ത്, അന്നദാത, നാരി, ഈ 4 സെക്ടറുകൾ, അതായത് പാവങ്ങൾ, പുവർ പീപ്പിൾ, യങ്സ്റ്റേഴ്സ്, അന്നദാത, ഫാർമേഴ്സ്, നാരി, സ്ത്രീകൾ, വിമൻ, ഇവരിൽ എന്ത് ചെയ്യണം? ഇവരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്ന തലത്തിലേക്ക് ചില എന്താ പറയുക പ്രൊജക്റ്റുകൾ പറയുന്നുണ്ട്. അതുകൂടി നമ്മൾ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ചർച്ച അവസാനിപ്പിക്കുന്നതായിരിക്കും. ആദ്യം വരുന്നത് സാക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ അഭിയാനാണ്. അതായത് എന്താണ് ഈ സാക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ അഭിയാൻ എന്ന് പറയുന്ന സാധനം? എന്താ? അതായത് ന്യൂട്രീഷൻ, കുട്ടികൾക്ക് അംഗൻവാടി വഴിക്ക് ന്യൂട്രീഷൻ അവൈലബിലിറ്റി എന്താണ് ഉറപ്പിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാവുന്നുള്ളത് നിങ്ങൾക്ക്? ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രീഷൻ അവൈലബിലിറ്റി ഉറപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സാക്ഷം അംഗൻവാടി പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രീഷണൽ അവൈലബിലിറ്റി ഉറപ്പിക്കുക. IIT-കളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക. എല്ലാ ജില്ലാ ആശുപത്രികളിലും ഒരു ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ തുടങ്ങുക. സോ ദാറ്റ് കെയർ ആവശ്യമുള്ള ആളുകൾക്ക് അവിടെ വന്ന് ഇരിക്കാൻ പറ്റണം. ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം, അതായത് ഇന്ത്യൻ ലാംഗ്വേജുകളിലുള്ള എല്ലാ പുസ്തകങ്ങളും സ്കൂളുകളിലും ഹയർ എഡ്യൂക്കേഷണൽ സെന്ററുകളിലേക്കും ഡിജിറ്റലായിട്ട് എന്ത് ചെയ്യുക, അവൈലബിൾ ആക്കുക. അതാണ് ഭാരതീയ ഭാഷാ പുസ്തക് സ്കീമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ 5
നാഷണൽ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഫോർ സ്കില്ലിംഗ് ടു ബി സെറ്റപ്പ് വിത്ത് ഗ്ലോബൽ എക്സ്പെർട്ടൈസ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. അതായത് മാറുന്ന ലോകത്തിനനുസരിച്ചുള്ള പുറത്ത് ലോകത്തുള്ള എക്സ്പേർട്സിനെ കൊണ്ടുവന്നുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്? നാഷണൽ സെന്റേഴ്സ് ഓഫ് എക്സലൻസ്, 5 നാഷണൽ തലത്തിലുള്ള സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഫോർ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള 5 പ്രധാനപ്പെട്ട എക്സലൻസ് സെന്ററുകൾ നാഷണൽ തലത്തിൽ 5 എണ്ണം ഉണ്ടാക്കുക. അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ, ഇത് വലിയ പദ്ധതിയാണ്. 50,000 ലാബുകൾ ടു ബി സെറ്റപ്പ് ഇൻ ഗവൺമെന്റ് സ്കൂളുകളിൽ 50,000 അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ അടുത്ത 5 വർഷം കൊണ്ട് സ്ഥാപിക്കുക. ഇവ എക്സ്പെരിമെന്റുകൾ നടത്താൻ, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയം, ആ ഒരു സ്വഭാവം കുട്ടികളുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ ഉള്ളത്. കുട്ടികളുടെ ഐഡിയകൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടിക്കലി നടത്താനായിട്ട് സാധിക്കും. ഇതിനാണ് 50,000-ഓളം അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ ഗവൺമെന്റ് സ്കൂളുകളിൽ അടുത്ത 5 വർഷം കൊണ്ട് നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI ഭാവിയാണ് അല്ലെ. സെന്റർ ഫോർ എക്സലൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ എഡ്യൂക്കേഷൻ വിത്ത് എ ടോട്ടൽ ഔട്ട്ലേ ഓഫ് 500 crores. മറ്റ് പല സെക്ടറുകളിലും AIയുടെ ഇതുപോലെയുള്ള സെന്റർ ഓഫ് എക്സലൻസുകൾ ഡെവലപ്മെന്റ് തലത്തിലാണെന്നുണ്ടെങ്കിലോ ഇൻഡസ്ട്രിയിലൊക്കെ എന്താണ് ഓൾറെഡി അനുവദിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ സെക്ടറിൽ 500 കോടി രൂപയുടെ ഔട്ട്ലേയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക സെന്റർ ഫോർ എക്സലൻസ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഓൾസോ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ടു ബി പ്രൊവൈഡഡ് ടു ഓൾ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾസ് ആൻഡ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഇൻ റൂറൽ ഏരിയാസ്. നോക്കൂ, ഗ്രാമീണ മേഖലകളിൽ ഇപ്പോൾ നിങ്ങൾ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, PHCO, ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ CHCO എടുക്കുകയാണെന്ന് വിചാരിക്കൂ. അവിടെ ആ നാട്ടിൽ ഒരുപാട് രോഗികൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് കൃത്യമായ ബ്രോഡ്ബാൻഡ് ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഒരു ഡിജിറ്റലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ആളുകൾക്ക് കയ്യിൽ എല്ലാ സമയത്തും ബുക്ക് കൊണ്ടുവരണ്ട. ഇപ്പം A എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കൂ. ആ വ്യക്തി ഒരു അസുഖമായിട്ട് വരുമ്പോൾ അവിടുത്തെ ഒരു ഗവൺമെന്റ് എന്താ പറയുക സെറ്റപ്പ് ആണല്ലേ. അവിടുത്തെ ഒരു ഡോക്ടർ 2 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ മാറിപ്പോവും, പുതിയ ഡോക്ടർ വന്നു. A എന്ന് പറയുന്ന വ്യക്തി ഡോക്ടറെ എനിക്ക് കുറച്ച് കാലമായിട്ട് ചുമ മാറുന്നില്ല എന്ന് വെച്ച് വരികയാണെങ്കിൽ ആ ഡോക്ടറുടെ കയ്യിൽ കൃത്യമായ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ക്ലൗഡിൽ ഇങ്ങേരുടെ ഡേറ്റ മുഴുവൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് എന്ത് ചെയ്യാം? ഡോക്ടർക്ക് നോക്കാം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇങ്ങേർക്ക് എന്തെല്ലാം അസുഖങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് ചുമ മാറുന്നില്ല എന്നെങ്കിൽ ആ ഡോക്ടർക്ക് നോക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നുണ്ടെന്ന് കണ്ടാൽ ഡോക്ടർക്ക് മനസ്സിലാവും ഇടവിട്ട് ഇയാൾക്ക് ഈ അസുഖം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇയാളുടെ ശ്വാസകോശം നമുക്ക് ഒരാളെ കാണിക്കാൻ പറയാം. അപ്പോൾ ഒരു പൾമനോളജിസ്റ്റിനെ കാണിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം എടുക്കട്ടെ എന്ന് പറയാൻ പറ്റും. സോ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലും സെക്കൻഡറി സ്കൂളുകളിലൊക്കെ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊണ്ടുവരിക എന്നുള്ളത് വളരെയധികം എന്തായിരിക്കും? അവരുടെ എഡ്യൂക്കേഷനെയും ഹെൽത്തിനെയും സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. എക്സ്പാൻഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, 10,000 additional seats with the goal of adding in 75,000 seats in the next 5 years. അതായത് ഈ വർഷം 10,000 അഡീഷണൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ അഡീഷണൽ സീറ്റുകളുടെ എണ്ണം കൂടണം. കാരണം നമ്മളുടെ ഇവിടുത്തെ 140 കോടി ജനങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ഡോക്ടർമാർ വേണം. ഇപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ഒരു CHCയിലാണ് വർക്ക് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. 4 മണിക്കൂർ ഡ്യൂട്ടി സമയം ഉള്ള സമയത്ത് ആള് ഓൺ ആൻ ആവറേജ് ഒരു 160 പേരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ദിവസം നോക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഇത് 200 വരെ പോവാറുണ്ട്. 160 പേരെ ഒരു ദിവസം 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ കുട്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ 40 പേരെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു രോഗിക്ക് കിട്ടുന്ന സമയം എത്ര ഡോക്ടറുടെ അടുത്ത്? 1.5 മിനിറ്റ് പോലും ഇല്ല. ഇത് ഈ ഡോക്ടർ വേണം വെച്ച് ചെയ്യുന്നതല്ല, അവിടെ അത്ര ഡോക്ടർമാരേ ഉള്ളൂ. ഇത് കേരളത്തിൻ്റെ സ്ഥിതിയാണ്. കേരളത്തിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ കെയർ കിട്ടുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് പുറത്ത് ഇതുപോലും ഇല്ല. അപ്പോൾ 1.5 മിനിറ്റ് കൊണ്ട് ആ രോഗിയുടെ എന്ത് രോഗമാണ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുക. ഡോക്ടർമാർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പോലും അവർക്ക് നിവൃത്തിയില്ല. 4 മണിക്കൂറിൽ ഇത്രയും ആളുകൾ വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഡോക്ടർമാരുടെ എണ്ണം കൂടേണ്ടതുണ്ട്. നെക്സ്റ്റ് 5 ഇയേഴ്സിൽ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം കൂട്ടുക, ഡോക്ടർമാരുടെ എണ്ണം കൂട്ടുക, സോ ദാറ്റ് ഒരു സർട്ടൺ നമ്പർ ഓഫ് രോഗികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ഡോക്ടറെ വെച്ച് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് മറ്റൊരു പ്രൊജക്റ്റാണ്. ഇനി PM സ്വാനിധി. എന്താണ് PM സ്വാനിധി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വാനിധി നേരത്തെയുള്ള പ്രൊജക്റ്റ് തന്നെയാണ്, അതൊന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുകയാണ്. സ്വാനിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാനിധി സ്റ്റാൻഡ്സ് ഫോർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ. എന്താണ്? വഴിയോര കച്ചവടക്കാർക്ക് സ്വയം ജോലി ചെയ്യാൻ, ആത്മനിർഭരായിട്ട് ജീവിക്കാനുള്ള ഒരു നിധിയാണത്. മനസ്സിലാവുന്നുണ്ടോ? ടു ബി റിവാംഡ് വിത്ത് എൻഹാൻസ്ഡ് ലോൺസ് ഫ്രം ബാങ്ക്സ്, UPI ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡ്സ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് സപ്പോർട്ട്. അപ്പോൾ
ഈ ഒരു ലോണുകൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഈ സ്ട്രീറ്റ് വെൻഡേഴ്സിന്, വഴിയോര കച്ചവടക്കാർക്ക്, SVA സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഓക്കെ, അവർക്ക് ലഭ്യമാക്കുക. ഇനി വെൽഫെയർ ഓഫ് ഓൺലൈൻ പ്ലാറ്റ്ഫോം വർക്കേഴ്സ്. നോക്കൂ, സ്വിഗ്ഗി, ആമസോൺ, സൊമാറ്റോ, ഫ്ലിപ്കാർട്ട്, അങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ധാരാളമുണ്ട്. ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു തരത്തിലും എന്തല്ല, അവരുടെ വെൽഫെയർ ആരുടെയും കയ്യിലില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ഓൺ ദ ഇ ശ്രം പോർട്ടൽ ഉണ്ട്. ഇ ശ്രം പോർട്ടൽ എന്തിനു വേണ്ടിയിട്ടാ? ഇതുപോലെ ഓൺലൈൻ ആയിട്ടും മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം ഇ ശ്രം പോർട്ടൽ. മനസ്സിലാവുന്നുണ്ടോ? ഇവർ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുക. ഹെൽത്ത് കെയർ ഇവർക്ക് എന്തിൽ ഉറപ്പാക്കും? PM ജൻ ആരോഗ്യ യോജനയിൽ ഇവർക്ക് എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം. അതിലൂടെ ഇവരുടെ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റും ഉറപ്പുവരുത്തും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഈ ഒരു മേഖലയിലുള്ള ആളുകളെ കൂടി എന്ത് ചെയ്യുക? അവരുടെ വെൽഫെയർ ഉറപ്പിക്കാനായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാനായിട്ട് പോവുകയാണ്. ഇനി ഈ കാണുന്നതെല്ലാം എന്താണ്? വിവിധങ്ങളായിട്ടുള്ള മറ്റ് മിഷനുകളാണ്. ഞാൻ ഇത് ഓരോന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, വായിച്ചു തരാനായിട്ട് എന്താണ് ഉദ്ദേശിക്കുകയല്ല ചെയ്യുന്നത്. ഇതിൽ എല്ലാം ജൽജീവൻ മിഷൻ എന്താണ്? 100% കവറേജ് 2028 വരെ നീട്ടിയിരിക്കുകയാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? സോ 100% എന്താണ്, എല്ലാവിടേക്കും എന്താ ചെയ്യുക? വെള്ളം എത്തിക്കുക എന്നതാണ്. ഈ മിഷൻ 2028 വരെ എന്ത് ചെയ്യുകയാണ്? നീട്ടുകയാണ് ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ, അതായത് സംസ്ഥാനങ്ങൾക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൂട്ടുകയാണ്. അതായത് 1.5 ലാക്ക് 1.5 ലക്ഷം കോടി രൂപയുടെ ചെലവ് ഔട്ട്ലേ 50 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോണുകൾ കൊടുക്കുക സ്റ്റേറ്റ്സിന്. മനസ്സിലാവുന്നുണ്ടോ? 50 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ലോൺ കൊടുക്കുക. ആ ലോൺ എമൗണ്ട് മാത്രം അടച്ചാൽ മതി. ഇതെന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റുകൾക്ക് ഇൻട്രസ്റ്റ് പേയ്മെന്റ് അവർക്ക് കുറഞ്ഞു കിട്ടും. അവർക്ക് പ്രൊജക്റ്റുകളിലേക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പവർ സെക്ടർ റിഫോമുകൾ, അതുപോലെ തന്നെ എന്താണ്, അർബൻ ഡെവലപ്മെന്റ് 1 ലക്ഷം കോടി രൂപ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സിറ്റീസ് ആസ് ഗ്രോത്ത് ഹബ്സ്, സിറ്റികൾ വളർച്ചയുടെ എന്താ പറയുക, ഹബ്ബുകളാക്കി മാറ്റുക എന്ന രീതിയിൽ. ക്രിയേറ്റീവ് റീഡെവലപ്മെന്റ് ഓഫ് സിറ്റീസ്, അവിടെ പാർക്കുകൾ, വൃക്ഷങ്ങളൊക്കെ നടത്തുക, ക്രിയേറ്റീവ് റീഡെവലപ്മെന്റ് നടത്തുക. സിറ്റികളിൽ വാട്ടറും സാനിറ്റേഷനും ഉറപ്പുവരുത്തുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് 1 ലക്ഷം കോടി രൂപ മാറ്റിവെക്കുകയാണ്. ആസറ്റ് മോണിറ്റൈസേഷൻ പ്ലാനുകൾ എന്താണ്? 10 ലക്ഷം കോടി എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രൊജക്ടുകൾ നമുക്ക് ധാരാളം കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നോക്കൂ, സ്വാമിഹ് ഫണ്ട് 2 എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് എന്താ അറിയോ നിങ്ങൾക്ക്? അതായത് സ്വാമിഹ് ഫണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ഒരു റിയൽ എസ്റ്റേറ്റ് സെക്ടറിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. 2019 ഇതിൽ ആദ്യത്തെ സ്വാമിഹ് 1 വന്നിട്ടുണ്ടായിരുന്നു. 2019 സ്വാമിഹ് 1 വന്നിട്ടുണ്ടായിരുന്നു. റിയൽ എസ്റ്റേറ്റ് സെക്ടറിന്റെ ഡെവലപ്മെന്റ്, അതായത് ഡെപ്റ്റ് ഫൈനാൻസിങ് ആണ്. അതായത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് അതും മറ്റും കിട്ടുന്ന ആളുകൾക്ക് പലപ്പോഴും അവർ സ്ട്രെസ്ഡ് ആയിട്ട് പോകും. അതായത് അവർക്ക് ഫൈനാൻഷ്യൽ ക്രഞ്ച് വരും. അവർക്ക് എന്ത് ചെയ്യുകയാണ്? 15,000 crore ഫോർ എക്സ്പീഡീഷ്യസ് കംപ്ലീഷൻ ഓഫ് 1 lakh dwelling units ത്രൂ ബ്ലെൻഡഡ് ഫൈനാൻസ്. അതായത് ഈ ഫണ്ടിങ് എന്ത് ചെയ്യും? അവരുടെ ഫണ്ടിങ് ക്രഞ്ചിനെ ഒന്ന് ഈസി ആക്കും. എന്നിട്ട് വളരെ വേഗത്തിൽ എന്താണ് കംപ്ലീഷൻ. പലപ്പോഴും പണി വേഗുന്നതാണ് ഇവരുടെ ചെലവ് കൂടാൻ കാരണം. പണി വേഗം, അതിനനുസരിച്ച് ചെലവ് കൂടി വരും. അവർ നേരത്തെ വിചാരിച്ച എമൗണ്ടിലൊന്നും നടക്കില്ല. അവരുടെ ലാഭമില്ലാണ്ടാകും. അവരുടെ കൺസ്ട്രക്ഷൻ അവർ വഴിയിലിടും. ഇത് കുറയ്ക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ എന്ത് ചെയ്യുന്നത്? കുറയ്ക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഉഡാൻ പ്രൊജക്റ്റുകൾ, പ്ലെയിനുകൾ വഴിയുള്ള വിവിധ സിറ്റികളെ കണക്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ് ഉഡാൻ പ്രൊജക്ട്. 120 പുതിയ ഡെസ്റ്റിനേഷൻസ്, 4 കോടി യാത്രക്കാരെ അടുത്ത 10 വർഷം എന്ത് ചെയ്യണം? ക്യാരി ചെയ്യണമെന്നാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. മരീടൈം ഡെവലപ്മെന്റ് വരുന്നുണ്ട്. 45% കോൺട്രിബ്യൂഷൻ ഗവൺമെന്റ് അടുത്ത് വന്ന രീതിയിൽ എന്താണ് 25,000 കോടി രൂപ എന്താണ് ഉള്ള മാരിടൈം ഫണ്ട്. ന്യൂക്ലിയർ എന്താ പറയുക, എനർജി മിഷൻ. നമുക്ക് ക്ലീൻ ആയിട്ടുള്ള എനർജി കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. അതിലൂടെയുള്ള എന്താ പറയുക പ്രൊജക്റ്റുകൾ. ബീഹാറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രൊജക്ട്, ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾ, ഫൈനാൻഷ്യൽ സപ്പോർട്ട്, അങ്ങനെ പല പ്രൊജക്റ്റുകൾ, കോസി കനാലിന്റെ പ്രൊജക്റ്റുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. പിന്നെ ടൂറിസം പ്രൊജക്റ്റുകൾ, ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അത് ഓരോന്നും ടൂറിസം എംപ്ലോയർ, അതായത് മുദ്രാ ലോണുകൾ, ഹോം സ്റ്റേക്കുള്ള മുദ്രാ ലോണുകൾ, സ്കിൽ ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകൾ, 50 ടൂറിസം ഡെസ്റ്റിനേഷൻ സൈറ്റുകൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റുകളുമായി ചേർന്നുണ്ടാക്കുക. വരുന്ന ആളുകൾക്കുള്ള വിസ ഫെസിലിറ്റികൾ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ സ്റ്റേറ്റുകളുടെ പെർഫോമൻസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻസെൻറ്റീവുകൾ. ഇത് ഇൻഡസ്ട്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇൻഡസ്ട്രികൾക്ക് പെർഫോമൻസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻസെൻറ്റീവുകൾ ഇൻഡസ്ട്രി പ്രൊഡക്ഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ടൂറിസം ഡെവലപ്മെന്റ് സ്റ്റേറ്റുകൾക്കും പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക? അവർക്ക് വേണ്ട ഇൻസെൻറ്റീവുകൾ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ടൂറിസത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് ഫെലോഷിപ്പുകൾ, ജീൻ ബാങ്ക്. ഈ ജീൻ ബാങ്ക് ഇതിനു മുമ്പ് ഒരു ജീൻ ബാങ്ക് ഉണ്ടായിരുന്നു. 1996 ആദ്യത്തെ ജീൻ ബാങ്ക് തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ട്? 1996 ICAR-ഉം അതുപോലെ തന്നെ NBPGR കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജീൻ ബാങ്ക് ആദ്യം തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരു ജീൻ ബാങ്ക് കൂടി തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. അത് പ്രൈവറ്റ് സെക്ടറും അതുപോലെ തന്നെ പബ്ലിക്കും എല്ലാം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഏതെങ്കിലുമൊക്കെ വിളകൾ നശിച്ചു പോകരുത് അല്ലേ? അപ്പോൾ എല്ലാ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജീൻ
പ്രധാനപ്പെട്ട സസ്യങ്ങളുടെയും മറ്റുള്ള ജീൻസും മറ്റുമൊക്കെ സൂക്ഷിച്ചിട്ട് വെക്കുന്ന ഒരു റെപ്പോസിറ്ററി ആയിട്ട് ജീൻ ബാങ്ക് എന്താണ് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്യാൻ ഭാരതം മിഷൻ. എന്താണ് ഗ്യാൻ ഭാരതം മിഷൻ? അതായത് നമ്മളുടെ മാന്യൂസ്ക്രിപ്റ്റുകൾ ധാരാളമുണ്ട് അല്ലെ, പണ്ട് മുതലുള്ള രചനകളുണ്ട്. ഇവയെല്ലാം എന്ത് ചെയ്യുകയാണ്, ഏതാണ്ട് 1 കോടി മാനുസ്ക്രിപ്റ്റുകൾ കവർ ചെയ്യുന്ന ഇവയെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഡോക്യുമെന്റ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നാഷണൽ ഡിജിറ്റൽ റെപ്പോസിറ്ററി ഓഫ് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന പേരിൽ ഗ്യാൻ ഭാരത് മിഷൻ തുടങ്ങുകയാണ്. നമ്മളുടെ പണ്ട് മുതലുള്ള എഴുത്തുകളെല്ലാം എന്ത് ചെയ്യുകയാണ്, അത് ഒന്ന് എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്, സൂക്ഷിക്കാനായിട്ട് പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഫെലോഷിപ്പുകൾ IIT-യിലും IISCസിലുമുള്ള ഫെലോഷിപ്പുകൾ PM റിസർച്ച് ഫെലോഷിപ്പ് എന്ന രീതിയിൽ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. നാഷണൽ ജിയോ സ്പേഷ്യൽ മിഷനിലൂടെ എന്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്, PM ഗതിശക്തി ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് PM ഗതിശക്തി എന്ന് പറയുന്നത്. ഇത് ജിയോ സ്പേഷ്യൽ മിഷനിലൂടെ എന്ത് ചെയ്യുകയാണ്, ഇത് കൃത്യമായിട്ട് മോഡേണൈസ് ചെയ്തുകൊണ്ട് ലാൻഡ് റെക്കോർഡുകൾ അർബൻ പ്ലാനിങ്ങിലേക്ക്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്, അതായത് നോക്കൂ, ജിയോ സ്പേഷ്യൽ മുകളിൽ നിന്ന് കൃത്യമായി നോക്കിയിട്ടൊരു ഡേറ്റ ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരു ലാൻഡ് എത്രത്തോളം എവിടെയുണ്ട് നമുക്കറിയാം. ലാൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ലാൻഡ് എങ്ങനെ എത്രത്തോളം അർബനൈസ്ഡ് ആയിട്ടുള്ള എത്ര ഏരിയ, ആ അർബനൈസ്ഡ് ഏരിയയ്ക്കാണെങ്കിൽ അത്രത്തോളം അവിടേക്ക് വെള്ളം ലഭ്യമാണോ, അവിടേക്ക് അത്രത്തോളം ഫുഡ് വരുന്നുണ്ടോ, അവിടേക്കുള്ള വേസ്റ്റ് മാനേജ്മെന്റ് കറക്റ്റ് ആണോ. അപ്പോൾ അർബനൈസ്ഡ് ആയിട്ടുള്ള ഏരിയയുടെ പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ, ജിയോ സ്പേഷ്യൽ ഡേറ്റയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ കണക്കാക്കാൻ പറ്റും. അപ്പം ഈ ഡേറ്റ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇത് അർബനൈസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PM ഗതിശക്തിയിലൂടെ അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്ന് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഡേറ്റ വേണം. അതാണ് ഈ നാഷണൽ ജിയോ സ്പേഷ്യൽ മിഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് എന്ത് ചെയ്യുകയാണ്, ടു ഡെവലപ്പ് ഫൗണ്ടേഷണൽ ജിയോ സ്പേഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡേറ്റ. ജിയോ സ്പേഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഡേറ്റയും ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് അർബൻ പ്ലാനിങ്ങിൻ്റെയിലേക്ക്, ലാൻഡ് റെക്കോർഡുകൾ സൂക്ഷിക്കാനായിട്ട്, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ബാക്കിയുള്ള പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്യാനായിട്ടൊക്കെ ഇത് വല്ലാണ്ട് നമ്മളെ സഹായിക്കും. ഓക്കെ അല്ലേ? ഇനി അവസാനം നമ്മൾ പറഞ്ഞ ഓരോ ഭാഗം നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത്? ആദ്യം നമ്മൾ എന്താണ്, അഗ്രികൾച്ചർ സെക്ടർ കണ്ടു, MSMEസിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മളിപ്പോൾ എവിടേക്ക് എത്തിയിട്ടുണ്ട്, എക്സ്പോർട്ടിലേക്ക് നമ്മൾ ഓടി എത്തിയിട്ടുണ്ട്. എക്സ്പോർട്ട്സ് എന്താണ്, എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അതായത് MSMEs വഴിക്ക് തന്നെ, അതായത് ഒരു എന്താ പറയുക, ഓരോ സെക്ടറിലും ഓരോ മിനിസ്ട്രികൾക്കും ടാർഗറ്റുകളുണ്ട്. മനസ്സിലാവും? സെക്ടറിലാണ് മിനിസ്ട്രികൾ ടാർഗറ്റ്സ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്പോർട്ട് ക്രെഡിറ്റിന് വേണ്ടിയിട്ട്, ക്രോസ് ബോർഡർ എന്താ പറയുക സപ്പോർട്ടിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എന്താ പറയുക MSMEസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുകയാണ്, കറക്റ്റായിട്ട് എന്ത് കൊടുക്കുകയാണ്, ടാർഗറ്റുകൾ കിട്ടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഭാരത് ട്രേഡ് നെറ്റ് എന്ന് പറഞ്ഞൊരു പുതിയ പരിപാടി. ഭാരത് ട്രേഡ് നെറ്റ് എന്താ? അതായത് ഭാരത് ട്രേഡ് നെറ്റ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ട്രേഡ് നെറ്റ്വർക്ക് പോലെ ആക്ട് ചെയ്യും. മനസ്സിലാവുണ്ടോ? ഇന്റർനാഷണൽ ട്രേഡ് വിൽ ബി സെറ്റപ്പ് ആസ് എ യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ഫോർ ട്രേഡ് ഡോക്യുമെന്റേഷൻ ആൻഡ് ഫൈനാൻസിങ് സൊല്യൂഷൻസ്, സപ്പോർട്ട് ഫോർ ഇന്റഗ്രേഷൻ വിത്ത് ഗ്ലോബൽ സപ്ലൈ ചെയിൻസ്. അതായത് ഒരു എക്സ്പോർട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അത് സ്റ്റോറേജ് വേണ്ടി വരും, സ്റ്റോറേജ് ഫെസിലിറ്റി വേണ്ടി വരും. ആ സാധനം എക്സ്പോർട്ട് ചെയ്യാനുള്ള കുറേ സ്റ്റെപ്പുകളുണ്ട്. അത് അവിടെ എത്തേണ്ടതുണ്ട്, മത്സരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്ത് ചെയ്യുകയാണ്, അതിലേക്ക് നമ്മളുടെ ഇവിടുത്തെ ആളുകൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഭാരത് ട്രേഡ് നെറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ഇത് എന്ത് ചെയ്യുകയാണ്, ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ആയിട്ട് ഇത് ആക്ട് ചെയ്യുകയും ഡോക്യുമെന്റുകളാകട്ടെ അത് പാസ്സാക്കിയെടുക്കുക, ഫൈനാൻസിങ് ആവശ്യമാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ്, ഇതൊക്കെ ഈ ഒരൊറ്റ സ്ഥലത്ത്, ഭാരത് ട്രേഡ് നെറ്റ് എന്ന ഒരൊറ്റ സ്ഥലത്ത് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും. പിന്നെ GCC, അതായത് as a guidance to states for promoting global capacity centers in emerging Tier 2 cities. Tier 2 cities-ൽ എന്ത് ചെയ്യുകയാണ്, ഒരു ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്ററുകൾ ഡെവലപ്പ് ചെയ്യുക. വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ്, അതായത് എയർ കാർഗോയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസ് എന്ത് ചെയ്യുക, കാരണം സ്റ്റോറേജ് ഫെസിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാണ്ട്? അത് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അവസാനമായിട്ട് എന്താണ്, റിഫോം ആസ് ഫ്യൂവൽ. അതായത് നമ്മൾ നേരത്തെ കണ്ട പല കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നമ്മളുടെ ഓരോ സ്റ്റെപ്പുകളിലും എന്ത് ചെയ്യണം, റിഫോമുകൾ ആവശ്യമാണ്. നോക്കൂ ഏതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഒന്നാമത്തെ കാര്യം, ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ ഫ്രെയിംവർക്ക് ടു സെർവ് ദ ക്രെഡിറ്റ് നീഡ്സ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആൻഡ് പീപ്പിൾ ഇൻ റൂറൽ ഏരിയാസ്. അതായത് ഗ്രാമത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് മറ്റും എന്ത് ചെയ്യും, ഒരു സിബിൽ സ്കോർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയാണ്. അതെന്ത് ചെയ്യും, വളരെ എളുപ്പത്തിൽ ക്രെഡിറ്റുകൾ അവൈലബിൾ ആക്കാനായിട്ട് അവരെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിടക്കുന്നുണ്ട്,
നാപ്ഫിഡ് കിടക്കുന്നത്. നാപ്ഫിഡ് ടു സെറ്റപ്പ് എ പാർഷ്യൽ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ഫെസിലിറ്റി ഫോർ കോർപ്പറേറ്റ് ബോണ്ട് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ. നാപ്ഫിഡ് എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ ഫൈനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ്. നാഷണൽ ബാങ്ക് ഫോർ ഫൈനാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ നാപ്ഫിഡ് എന്ത് ചെയ്യുകയാണ്? പാർഷ്യൽ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ഫെസിലിറ്റി, അതായത് കോർപ്പറേറ്റ് ബോണ്ടുകൾ, അത് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കാനായിട്ട് നോക്കുകയാണ്. റീവാംപ്ഡ് സെൻട്രൽ KYC രജിസ്ട്രി ടു ബി റോൾഡ് ഔട്ട് ഇൻ 2025. അപ്പോൾ KYC അല്ലെ, KYC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടിയിട്ട് ഒരു സിംഗിൾ രജിസ്ട്രി എന്നുള്ള തലത്തിലേക്ക് പോവുകയാണെങ്കിൽ KYC കാര്യങ്ങൾ വളരെയധികം എളുപ്പമായിട്ട് മാറും അല്ലെ. ഇനി റാഷണലൈസേഷൻ ഓഫ് റിക്വയർമെന്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ സ്പീഡി അപ്രൂവൽ ഓഫ് കമ്പനി മെർജേഴ്സ്. ഇപ്പോൾ രണ്ട് കമ്പനികൾ ഒന്നാവാൻ തീരുമാനിക്കുകയാണ്, മെർജറുകൾ നടത്തുകയാണ്, ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ വാങ്ങുകയാണ്. ഇതൊക്കെ കുറേ സമയമെടുത്തിട്ട് നടത്തിയാൽ അവ കമ്പനി മെർജ് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളൊക്കെ അത്രയും വൈകും. അതുകൊണ്ട് റാഷണലൈസേഷൻ ഓഫ് റിക്വയർമെന്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ സ്പീഡി അപ്രൂവൽ ഓഫ് കമ്പനി മെർജേഴ്സ്, വളരെ വേഗത്തിൽ എന്താ റാഷണലൈസ് ചെയ്തിട്ട് എളുപ്പത്തിൽ എന്താണ് സ്പീഡി അപ്രൂവൽ കൊടുക്കുക കമ്പനി മെർജേഴ്സിന് എന്ന് മറ്റൊരു കാര്യമാണ്. വേറൊരു പ്രധാനപ്പെട്ട റിഫോം ഓർത്ത് വെക്കുക നിങ്ങൾ, ഇൻഷുറൻസ് സെക്ടറിലേക്കുള്ള FDI ലിമിറ്റ് എന്ന് പറയുന്നത് 74% നിന്നും 100% ഉയർത്തി. അപ്പോൾ 100% FDI ആണ് ഇപ്പോൾ ഇൻഷുറൻസ് സെക്ടറിലുള്ളത് എന്ന കാര്യം നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ നമ്മുടെ ബജറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പഠിക്കാനായിട്ടുള്ളത്. ഇത് ജനവിശ്വാസ് ബില്ലുണ്ട്. ജനവിശ്വാസ് ബിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 100ഓളം ബിസിനസ് ലോസ് ഇല്ലേ, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ എന്താ പറയുക, കച്ചവടവുമായിട്ടും മറ്റും ബന്ധപ്പെട്ടുള്ള കുറേ നിയമങ്ങളില്ലേ, ആ നിയമങ്ങളിൽ ഏതാണ്ട് 100ഓളം നിയമങ്ങൾ ഡീക്രിമിനലൈസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് എന്താണ്? ജനങ്ങളുടെ മുകളിൽ ഒരു വിശ്വാസത്തിൻ്റെ മേൽ ചെയ്യുകയാണ്. അവരത് കൃത്യമായിട്ട് ഉപയോഗിക്കുമെന്നാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ വിശ്വസിക്കുന്നത്. സോ ദാറ്റ് ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും റിസ്ക് എടുക്കാനൊക്കെ എന്ത് ചെയ്യണം? അവർക്ക് തോന്നണം. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ്? ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഇൻഡെക്സ് ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇൻഡെക്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ സ്റ്റേറ്റുകളെയും ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിനെസിന്റെ പേരിൽ റാങ്ക് ചെയ്യാനായിട്ട് കൂടി ഉദ്ദേശിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അതുപോലെ തന്നെ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ റെഗുലേറ്ററി റിഫോംസിന്, മൊത്തം റെഗുലേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? കുറയണം. ആ റെഗുലേറ്ററി റിഫോംസിനെ കുറിച്ച് പഠിക്കാൻ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ നിർമ്മിക്കുകയാണ്. പിന്നെ FSDC മെക്കാനിസം ഉണ്ട്. അതങ്ങനെ കൃത്യമായിട്ട് ചോദിക്കുകയോ എന്നറിയില്ല. അതായത് ഫൈനാൻഷ്യൽ റെഗുലേഷൻസ് നിലവിൽ എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ള എന്താ പറയുന്നത്, ഒരു രീതിയിൽ ഫൈനാൻഷ്യൽ സെക്ടറിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസമാണ് അത് വരുന്നത്. സോ റിഫോമുകൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നമ്മളുടെ ഡെവലപ്മെന്റിനെ ഫ്യൂവൽ ചെയ്യുന്ന, അതിന് ഇന്ധനമാകുന്ന ഒന്നായിട്ട് മാറണം എന്ന തലത്തിലാണ് ഈ രണ്ട് ഭാഗങ്ങൾ കിടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ബജറ്റുമായിട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൂട്ടുകാർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഉൾപ്പെടെയുള്ള ഡേറ്റകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോന്നായിട്ട് കണ്ടിട്ടുണ്ട്. റുപ്പി വരുന്ന വഴി, പോകുന്ന വഴി, MSMEസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, പ്രധാനമായിട്ട് അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള ഡെവലപ്മെൻറ്റുകൾ, മറ്റു കാര്യങ്ങളും, പ്രൊജക്റ്റുകൾ, അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മളുടെ മാക്രോ എക്കണോമിക് പ്രധാനമായിട്ടുള്ള ഡേറ്റകൾ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോന്നായിട്ട് ഓർത്ത് വെക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്ലാബുകൾ ഉൾപ്പെടെ ഓർത്ത് വെക്കുക, ആർട്ടിക്കിളുകൾ ഓർത്ത് വെക്കുക, ചരിത്രം ഓർത്ത് വെക്കുക, ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കുക. താങ്ക് യു വെരി മച്ച്.